കറുപ്പ് ടോപ്പും ലൈറ്റ് ബ്ലൂ ജീൻസും സ്ട്രെയിറ്റ് ചെയ്ത ഗോൾഡൻ കളർ മുടിയുമൊക്കെയായി ഒരു സുന്ദരിക്കുട്ടി അവളുടെ റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി. ഫേഷ്യൽ ചെയ്ത് വെളുത്തു തുടുത്ത മുഖവും ചുണ്ടിൽ ലൈറ്റ് കളർ ലിപ്സ്റ്റിക്കുമൊക്കെയായി അവളെ കാണാൻ വല്ലാത്തൊരു ചന്തമുണ്ടായിരുന്നു. അമ്മ അപ്പാ, ഞാൻ പോകുവാണേ. നിത്യ ഉമ്മറത്തേക്ക് എത്തിയപ്പോൾ അച്ഛനും അമ്മയും അവിടെ പത്രം വായനയിലായിരുന്നു. ഓ, പോയി അടിച്ചു പൊളിച്ചു വാ, കോളേജിൽ ഇന്ന് ആർട്സ് ഡേ അല്ലേ, അച്ഛൻ അവളോട് പറഞ്ഞു. ഓക്കെ ഡിയേഴ്സ്, അവൾ അവരെ നോക്കി ചിരിച്ചു. കാർ ഓടിക്കുമ്പോൾ ശ്രദ്ധിച്ചു പോകണം കേട്ടോ, അപകടമൊന്നും ഉണ്ടാക്കി വയ്ക്കരുത്, അമ്മ ഒരു വാണിംഗ് പോലെ അവളോട് പറഞ്ഞു. ഓ, അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം, പോയിട്ട് വരാം. അവൾ അച്ഛനും അമ്മയ്ക്കും ടാറ്റ കാണിച്ച് അവളുടെ പുതുപുത്തൻ വണ്ടിയായ ഗ്രാൻഡ് ഐ10 കാറിലേക്ക് കയറി. മോള് കാർ ഓടിച്ചു പോകുന്നത് അച്ഛനും അമ്മയും ഉമ്മറത്തിരുന്ന് നോക്കി ചിരിക്കുകയായിരുന്നു. വലിയൊരു പണക്കാരത്തി കുട്ടിയാണ് നിത്യ. വായിൽ സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ച ഒരു പെൺകുട്ടി എന്ന് വേണമെങ്കിൽ പറയാം. അച്ഛനും അമ്മയും ചേട്ടനുമൊക്കെ വളരെ ലാളിച്ചു വളർത്തിയ ഒരു സുന്ദരി പെൺകുട്ടിയായിരുന്നു അവൾ. ടൗണിൽ ഒരുപാട് ഷോപ്പുകളും ബിസിനസ് സ്ഥാപനങ്ങളുമുണ്ട് അവളുടെ അച്ഛന്. അതുകൊണ്ട് തന്നെ ഒന്നിനും ഒരു കുറവും അവൾക്ക് അവളുടെ അച്ഛനും അമ്മയും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. വലിയ പണക്കാരിയൊക്കെയാണെങ്കിലും അതിൻ്റെ അഹങ്കാരമൊന്നും അവൾ ആരോടും കാണിക്കാറില്ലായിരുന്നു. ഒരു പാവം കുട്ടിയായിരുന്നു അവൾ. കുറച്ച് ഫാഷനൊക്കെയായി കൂട്ടുകാരോടൊക്കെ തമാശയും പറഞ്ഞ് അങ്ങനെ കളിച്ചു ചിരിച്ചു നടക്കുമെങ്കിലും അവളുടെ മനസ്സ് വളരെ നല്ലതായിരുന്നു. പഠിക്കാനും വളരെ മിടുക്കിയായിരുന്നു അവൾ. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കോളേജിൽ പോവാൻ വേണ്ടി തനിക്കൊരു കാർ വേണമെന്ന് അവൾ ആഗ്രഹം പറഞ്ഞപ്പോൾ അച്ഛൻ അവൾക്ക് ഒരു കാർ വാങ്ങിക്കൊടുത്തു. ഇപ്പോൾ അതിലാണ് അവൾ കോളേജിൽ പോകുന്നതും ഒഴിവു സമയങ്ങളിൽ കൂട്ടുകാരികളോടൊത്ത് കറങ്ങിയടിച്ച് നടക്കുന്നതുമൊക്കെ. അതേ കാറിലാണ് ഇന്ന് കോളേജിൽ ഷൈൻ ചെയ്യാനായി പോയതും. അങ്ങനെ വളരെ ഹാപ്പിയായി അവളുടെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ഉച്ചവരെ അവൾക്ക് കോളേജിൽ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് നിത്യ കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂട്ടിന് അവളുടെ കൂട്ടുകാരിയുമുണ്ട്, അവളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയായ യമുന. നിത്യ എവിടേക്ക് പോവുകയാണെങ്കിലും അവളോട് കൂടെ യമുന എപ്പോഴും ഉണ്ടാവും. ക്ലാസ് നേരത്തെ കഴിഞ്ഞതുകൊണ്ട് തന്നെ കാറിലൊന്നൽപ്പം ചുറ്റിയടിക്കാലോ എന്ന് കരുതി രണ്ടുപേരും കൂടെ ഇറങ്ങിയതാണ്. അവർ അങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എതിരെ വന്ന ഒരു ബൈക്ക് യാത്രക്കാരനുമായി കാർ പെട്ടെന്ന് കൂട്ടിയിടിച്ചത്. ആ കൂട്ടിയിടിയിൽ ബൈക്ക് യാത്രക്കാരൻ റോഡിൽ തെറിച്ചു വീണു. ബൈക്ക് യാത്രക്കാരനെ കാർ ഇടിച്ചത് കണ്ടപ്പോൾ അവർ ആകെ പേടിച്ചുപോയി. എന്തു ചെയ്യണമെന്നറിയാതെ അവർ കാറിൽ നിന്നും ചുറ്റുപാടും നോക്കി. അധികം ആളുകളൊന്നുമില്ലാത്ത ഒറ്റപ്പെട്ട ഒരു സ്ഥലമായിരുന്നു അത്. വണ്ടി ഇടിക്കുമ്പോൾ ആ പരിസരത്തെങ്ങും ആരും ഉണ്ടായിരുന്നില്ല. എടി, ഇനി നമ്മൾ എന്ത് ചെയ്യും? എനിക്ക് ആകെ പേടിയാവുന്നു. അയാൾക്ക് കാര്യമായി വല്ലതും പറ്റി കാണുമോ? നിത്യയുടെ കൂട്ടുകാരി യമുന പേടിച്ചുകൊണ്ട് നിത്യയോട് ചോദിച്ചു. എനിക്കറിയില്ലടി, എനിക്ക് ആകെ പേടിയാവുന്നു. നീ വാ, നമുക്കൊന്ന് ഇറങ്ങിപ്പോയി നോക്കിയാലോ? നിത്യ യമുനയെ നോക്കി. അയ്യോ, അത് വേണ്ട, മറ്റു യാത്രക്കാരെങ്കിലും ഇതുവഴി വരുന്നതിന് മുന്നേ നമുക്ക് കാറെടുത്ത് വേഗം പോകാം. ആരെങ്കിലുമൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കേസായാലോ, യമുന പറഞ്ഞു. നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം, നമ്മുടെ അശ്രദ്ധ കൊണ്ട് സംഭവിച്ചതല്ലേ, പാവം, നമുക്കൊന്ന് ഇറങ്ങിപ്പോയി നോക്കാം. അയാളെ അവിടെ ഇട്ടിട്ട് പോകാൻ നിത്യക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല. ആദ്യമൊക്കെ യമുന മടിച്ചു നിന്നെങ്കിലും പിന്നെ നിത്യയുടെ നിർബന്ധത്തിന് വഴങ്ങി കാറിൽ നിന്നിറങ്ങി അയാളുടെ അടുത്ത് പോയി നോക്കി. അയാളുടെ ബോധം നഷ്ടപ്പെട്ടിട്ടില്ല. നിലത്ത് കിടക്കുകയായിരുന്ന അയാളുടെ തലയിൽ നിന്നും അവർ ഹെൽമറ്റ് ഊരി മാറ്റി. വലിയ പ്രായമൊന്നുമില്ലാത്ത ഒരു ചെറുപ്പക്കാരനായിരുന്നു അത്. ദേഹത്ത് സാരമായ പരിക്കുകളൊന്നും പറ്റിയിട്ടില്ല. അപകടം പറ്റി തെറിച്ചു പോയതിന്റെ വീഴ്ചയിൽ അവൻ അങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പോഴേക്കും അവൻ വീണിടത്തു നിന്നും എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പക്ഷേ അവൻ അപ്പോൾ നിലത്തു നിന്ന് എഴുന്നേൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൻ അപ്പോൾ കിടന്നിടത്തു നിന്ന് അവന്റെ കാൽമുട്ടിൽ പിടിക്കുന്നുണ്ടായിരുന്നു. അവന്റെ കാലിനെന്തോ സാരമായ പരിക്കേറ്റിട്ടുണ്ടെന്ന് അവർക്ക് തോന്നി. അവൻ വേദന കൊണ്ട് പുളയുന്നുണ്ടായിരുന്നു. നിത്യയും കൂട്ടുകാരിയും ചേർന്ന് അവനെ പെട്ടെന്ന് വീണിടത്തു നിന്നും എഴുന്നേൽക്കാൻ സഹായിച്ചു. അവരുടെ തന്നെ അശ്രദ്ധ കൊണ്ട് സംഭവിച്ചതല്ലേ എന്ന് കരുതി അവർ ആ ചെറുപ്പക്കാരനെ ഒരു വിധത്തിൽ കാറിൽ കയറ്റി അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഹോസ്പിറ്റലിലേക്കുള്ള യാത്രക്കിടയിൽ കാറിലിരുന്ന് അവൻ വേദന കൊണ്ട് പിടയുന്നത് അവർ രണ്ടുപേരും കാണുന്നുണ്ടായിരുന്നു. അതിനിടയ്ക്ക് മടിച്ചുകൊണ്ടാണെങ്കിലും നിത്യ ആ ചെറുപ്പക്കാരനോട് കാര്യം പറഞ്ഞു. ഏട്ടാ, ഇത് കേസാക്കരുത്, ഞാൻ എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാം. എൻ്റെ വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും വഴക്ക് പറയും. പിന്നെ എനിക്ക് കാർ ഒരിക്കലും തരില്ല. പ്ലീസ്, ദയവുണ്ടാകണം. അറിയാതെ പറ്റിപ്പോയതാണ്. എന്തു വേണമെങ്കിലും ചെയ്യാം, കേസാക്കരുത്, നിത്യ വിഷമത്തോടെ പറഞ്ഞു.
തന്റെ പരിക്കു പറ്റിയ കാലിൽ മുറുകെ പിടിച്ച് വേദന സഹിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും അവൾ പറയുന്നത് കേട്ട് അവൻ ഒന്ന് തലയാട്ടി. എന്തു വേണമെങ്കിലും ചെയ്യാൻ കേട്ടോ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം, ഒന്നും ഉണ്ടാകില്ല, വേഗത്തിൽ ഹോസ്പിറ്റലിലെത്തും. നിത്യ ഡ്രൈവിങ്ങിനിടയിൽ വിറയലോടെ വീണ്ടും അവനോട് പറഞ്ഞു. എന്നാൽ അപ്പോൾ അവന്റെ ഭാഗത്തു നിന്നും മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ കാലിന്റെ വേദന സഹിച്ചു പിടിക്കാൻ നോക്കുകയായിരുന്നു. അല്പം ദൂരം യാത്ര ചെയ്ത് അവർ ഹോസ്പിറ്റലിലെത്തി. കാറിൽ നിന്നിറങ്ങുമ്പോഴേക്കും ഹോസ്പിറ്റലിലെ നേഴ്സുമാർ അവിടേക്ക് സ്ട്രക്ചറുമായി വന്നിരുന്നു. വിഷ്ണുവിനെ സ്ട്രക്ചറിലേക്ക് കയറ്റുന്നതിനിടയിൽ എന്തു പറ്റിയതാണെന്ന് നേഴ്സുമാർ ചോദിച്ചപ്പോൾ ബൈക്ക് തെന്നി വീണതാണെന്ന് വേദന സഹിച്ചുകൊണ്ട് അവൻ മറുപടി പറഞ്ഞു. അവൻ പറയുന്നത് നിത്യ അടുത്തുനിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ അവൾക്ക് അവനോട് ഒരു സഹതാപമൊക്കെ തോന്നി. സിസ്റ്റർ അപ്പോൾ അവനെ കേഷ്വാലിറ്റിക്ക് അടുത്തുള്ള ഡ്രസ്സിംഗ് റൂമിൽ കൊണ്ടാക്കി. ഡോക്ടർ ഇപ്പോൾ വരും, അപ്പോഴേക്കും നിങ്ങൾ ആരെങ്കിലും പോയി OP ഷീറ്റ് എടുത്തു വന്നോളൂ, സിസ്റ്റർ വന്ന് അവരോട് പറഞ്ഞു. നിത്യ അപ്പോൾ യമുനയെ നോക്കി. നീ ഇവിടെ നിന്നോളൂ, ഞാൻ വേഗം പോയി ഷീറ്റ് എടുത്തു വരാമെന്ന് പറഞ്ഞ് അവൾ വിഷ്ണുവിന്റെ അടുത്തേക്ക് ചെന്നു. ഞാൻ പോയി OP ഷീറ്റ് എടുത്തിട്ട് വരാം. ഏട്ടന്റെ പേരെന്താ? അവൾ ചോദിച്ചു. വിഷ്ണു, അവൻ മറുപടിയായി പറഞ്ഞു. അവൾ ഒന്ന് തലയാട്ടിക്കൊണ്ട് വേഗം ഷീറ്റ് എടുക്കാൻ പോയി. അവൾ പോയി വരുമ്പോഴേക്കും ഡോക്ടർ വിഷ്ണുവിന്റെ അടുത്തെത്തിയിരുന്നു. ഡോക്ടർ കാലിന്റെ പരിക്കുള്ള ഭാഗം നന്നായി പരിശോധിച്ചു. എക്സ്റേ എടുക്കണം, എന്നാലേ കാലിന് എന്താ പറ്റിയതെന്നറിയാൻ പറ്റൂ. ഇപ്പോൾ വേദനയ്ക്കുള്ള മരുന്ന് തരാം, കഴിഞ്ഞിട്ട് എക്സ്റേ എടുക്കാൻ പോണം, ഡോക്ടർ പറഞ്ഞു. അങ്ങനെ കുറച്ചു മണിക്കൂറുകൾ അവർക്ക് ഹോസ്പിറ്റലിൽ ചെലവഴിക്കേണ്ടി വന്നു. പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കാലിൽ പ്ലാസ്റ്റർ ഇട്ടു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പുറത്തേക്ക് വന്നു. സർജറിയുടെ ആവശ്യമൊന്നുമില്ല, പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, ഇപ്പോൾ പോവാം. എന്തായാലും 1-2 മാസമാവും സാധാരണ പോലെ ഒന്ന് റെഡിയായി വരാൻ. അതുകൊണ്ട് കാൽ അധികം ഇളക്കാതെ റെസ്റ്റ് എടുക്കണം. ചെറിയൊരു പൊട്ടലുണ്ട്, അതുകൊണ്ടാണ് പ്ലാസ്റ്റർ ഇട്ടത്. 2 ആഴ്ച കഴിക്കാനുള്ള മരുന്ന് എഴുതിയിട്ടുണ്ട്. അല്പസമയം അവരോട് സംസാരിച്ച് ഡോക്ടർ പോയി. യമുന അപ്പോൾ റൂമിന്റെ ഒരു വശത്തിരുന്ന് ഫോണിൽ ആരോടോ സംസാരിക്കുകയായിരുന്നു. ലേറ്റ് ആയെന്നും പ്രതീക്ഷിക്കാതെ ഹോസ്പിറ്റലിൽ ലോക്കായെന്നുമൊക്കെ അവൾ പറയുന്നത് വിഷ്ണു കേട്ടു. നിങ്ങൾ പോയിക്കോളൂ ട്ടോ, ഡിസ്ചാർജ് ചെയ്താൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ ആരെങ്കിലും വിളിച്ച് വീട്ടിൽ പോയിക്കോളാം. ഇത് നിങ്ങൾ കാര്യമാക്കേണ്ട, നിങ്ങൾക്ക് വീട്ടിൽ പോകാൻ ഒരുപാട് വൈകും, പോയിക്കോളൂ, വിഷ്ണു നിത്യയോട് പറഞ്ഞു. അതൊന്നും സാരമില്ല, ഞങ്ങൾക്കതൊരു ബുദ്ധിമുട്ടൊന്നുമല്ല, ഞങ്ങൾ കാരണമല്ലേ അപകടമുണ്ടായത്, നിത്യ പറഞ്ഞു. തങ്ങളുടെ തെറ്റാണെന്നറിയാവുന്നതുകൊണ്ട് തന്നെ അത് കേട്ടപ്പോൾ യമുനയും അതേറ്റു പറഞ്ഞു. നിത്യ അപ്പോൾ വിഷ്ണുവിന്റെ അടുത്തുള്ള കസേരയിലിരുന്നു. ഞാൻ കാരണം ഏട്ടന് വലിയ ബുദ്ധിമുട്ടായല്ലേ, ഇനി കുറച്ചു നാളത്തേക്ക് എന്തായാലും പുറത്തിറങ്ങാനോ ജോലിക്ക് പോവാനോ പറ്റില്ലല്ലോ, അവൾ വിഷമത്തോടെ പറഞ്ഞു. അതൊന്നും സാരമില്ല, വരാനുള്ളത് വഴിയിൽ തങ്ങില്ല എന്ന് പറഞ്ഞത് കേട്ടിട്ടില്ലേ, ഇത് സംഭവിക്കാനുള്ളതാവും, അതിന് നിങ്ങളൊരു നിമിത്തമായി എന്ന് മാത്രം, വിഷ്ണു പറഞ്ഞു. അതുകൂടി പറഞ്ഞത് കേട്ടപ്പോൾ അവൾക്ക് ഒന്നുകൂടെ വിഷമമായി. ഏട്ടൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ കേട്ടോ, ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ തരാം. എന്തായാലും 1-2 മാസത്തേക്ക് റെസ്റ്റ് വേണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്, അപ്പോൾ പിന്നെ ജോലിക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ. പൈസയുടെ എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കാം, ഒരു മടിയും വിചാരിക്കേണ്ട എന്ന് പറഞ്ഞ് അവൾ അവളുടെ മൊബൈൽ നമ്പർ വിഷ്ണുവിന് കൊടുത്തു. എന്താ ജോലി? അവൾ അപ്പോൾ അവനോട് ചോദിച്ചു. പെയിന്റിംഗ് ആണ്, ഇന്ന് ഉച്ചയ്ക്ക് ഇറങ്ങിയതാണ്, നേരത്തെ വരേണ്ട ഒരാവശ്യമുണ്ടായിരുന്നു, അങ്ങനെ വരുന്ന വഴിക്കാണ് ഇത് സംഭവിച്ചത്. അതിരിക്കട്ടെ, എന്താ കുട്ടിയുടെ പേര്? വിഷ്ണു ചോദിച്ചു. നിത്യ, അവൾ മറുപടി പറഞ്ഞു. നിത്യ അപ്പോൾ അപ്പുറത്ത് മാറി നിന്നിരുന്ന യമുനയെയും വിളിച്ച് അവന് പരിചയപ്പെടുത്തി കൊടുത്തു. ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞ് വെറുതെ ഷോപ്പിങ്ങിനൊക്കെ പോവുകയായിരുന്നു, അപ്പോഴാണ് ഏട്ടൻ്റെ വണ്ടിയിലിടിച്ചത്. സ്കൂട്ടർ ഞങ്ങൾ സൈഡാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, അതിനെന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അതും ഞങ്ങൾ നന്നാക്കി തരാം, നിത്യ പറഞ്ഞു. വിഷ്ണു ചിരിച്ചു. അല്പസമയത്തിന് ശേഷം വിഷ്ണുവിനെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. ഹോസ്പിറ്റലിൽ നിന്ന് നിത്യയുടെ സഹായത്തോടെ വീൽ ചെയറിൽ പതിയെ അവൻ പുറത്തേക്ക് വന്നു. നിത്യ അപ്പോൾ അവനെ അവളുടെ കാറിൽ കയറ്റാൻ നോക്കി. ഏയ് വേണ്ട, നിങ്ങൾ ബുദ്ധിമുട്ടണ്ട, ഞാൻ ഇവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചു പോയിക്കോളാം, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനെ ആരെങ്കിലും വിളിച്ചോളാം, വിഷ്ണു വീണ്ടും നിത്യയോട് പറഞ്ഞു. അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് കാറിൽ പോകാം, ഏട്ടൻ വേറെ ഒന്നും പറയണ്ട, കയറിക്കോളൂ, അവൾ വിഷ്ണുവിനെ നിർബന്ധിച്ച് കാറിൽ കയറ്റി. അവർ വിഷ്ണുവിന്റെ വീട്ടിലേക്ക് യാത്രയായി. കുറച്ചു ദൂരം സഞ്ചരിച്ച് അവർ വിഷ്ണുവിന്റെ വീട്ടിലെത്തി. പതിവില്ലാതെ വീട്ടുമുറ്റത്തേക്ക് വന്ന കാർ ചെറിയൊരാശങ്കയോടെ മുറ്റത്തെ അയലിൽ നിന്നും തുണിയെടുത്തുകൊണ്ടിരുന്ന വിഷ്ണുവിന്റെ അമ്മ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു.
കാറിന്റെ ഡോർ തുറന്ന് വിഷ്ണു ഇറങ്ങുന്നത് കണ്ടപ്പോൾ അമ്മ കരഞ്ഞുകൊണ്ട് ഓടി വന്നു. അയ്യോ മോനെ, നിനക്ക് എന്താ പറ്റിയത്? ഇതെന്താ, കാലിന് മുറി പറ്റിയതാണോ എന്ന് ചോദിച്ചുകൊണ്ട് അമ്മ ഓടി വന്ന് വിഷ്ണുവിനെ പിടിച്ചു. അതൊന്നുമില്ലമ്മേ, വണ്ടി ചെറുതായിട്ടൊന്ന് തെന്നി വീണു. കാലിന് ചെറിയൊരു പൊട്ടുണ്ട്. വഴിയിൽ വീണ് കിടന്ന് തന്നെ ഇവരാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചത്. വിഷ്ണു പറഞ്ഞത് കേട്ട് അമ്മ കരയുന്നുണ്ടായിരുന്നു. അമ്മയും നിത്യയും കൂടി വിഷ്ണുവിനെ പതിയെ വീടിനുള്ളിലേക്ക് കയറ്റിയിരുത്തി. അമ്മ, ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുത്തേ, വിഷ്ണു പറഞ്ഞു. അയ്യോ, ഞങ്ങൾക്കൊന്നും വേണ്ട, ഏട്ടൻ എന്തെങ്കിലും കൊടുത്തോളൂ. അത് കേട്ടപ്പോൾ നിത്യ പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. എന്തായാലും വീട് വരെ വന്നതല്ലേ, ചായ കുടിച്ചിട്ട് പോകാം. അതോ ഞങ്ങൾ പാവങ്ങളുടെ വീട്ടിൽ നിന്നും ഒന്നും കഴിക്കാൻ പാടില്ലെന്നുണ്ടോ? വേദനയുണ്ടെങ്കിലും വിഷ്ണു ചെറിയൊരു പുഞ്ചിരിയോടെ ചോദിച്ചു. നിത്യ അപ്പോൾ ഒന്നും പറഞ്ഞില്ല. അമ്മ ചായ എടുക്കാൻ വേണ്ടി വേഗത്തിൽ അകത്തേക്ക് പോയി. വിഷ്ണു ഏട്ടാ, ഞാൻ കാരണം ഏട്ടൻ ഒരുപാട് സ്ഥലത്ത് കളവ് പറയേണ്ടി വന്നുവല്ലേ? ഞങ്ങൾ വണ്ടി ഇടിച്ചതാണെന്ന് പറഞ്ഞുകൂടായിരുന്നോ? നിത്യ വിഷമത്തോടെ ചോദിച്ചു. വിഷ്ണുവിന് അവൾ എന്താണ് പറഞ്ഞത് എന്ന് മനസ്സിലായി. അതൊന്നും കൊണ്ടല്ലടോ, അമ്മയെ വെറുതെ പേടിപ്പിക്കണ്ട എന്ന് കരുതി. ഞാൻ ബൈക്ക് എടുത്തു പോകുമ്പോൾ തന്നെ അമ്മയ്ക്ക് എപ്പോഴും പേടിയാ. ശ്രദ്ധിച്ചു പോണേന്ന് പിന്നിൽ നിന്ന് പലവട്ടം പറയും. കാറിടിച്ചതാണ് എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അമ്മ ബോധം കെട്ട് വീണെന്ന് വരും. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കേട്ടപ്പോൾ വിഷമത്തോടെയാണെങ്കിലും അവളും ഒന്ന് ചിരിച്ചു. അതിനിടയ്ക്ക് അമ്മ ചായയുമായി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചായ കുടിച്ചിറങ്ങാൻ നേരം നിത്യ തൻ്റെ ബാഗിൽ നിന്നും കുറച്ച് പൈസ എടുത്ത് വിഷ്ണുവിൻ്റെ അരികത്ത് വന്നിരുന്നു. ഇത് കുറച്ച് പൈസയാണ്, ഏട്ടൻ ഇത് വാങ്ങണം, അല്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനം കിട്ടില്ല. എൻ്റെ ചെറിയൊരു അശ്രദ്ധ കാരണമാണ് അപകടമുണ്ടായത്. ഇനി എന്തായാലും കുറച്ച് നാളത്തേക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് കയ്യിൽ വെച്ചോളൂ. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് നിത്യ അവളുടെ കയ്യിലെ പേഴ്സിൽ നിന്ന് കുറച്ച് രൂപ എടുത്ത് വിഷ്ണുവിൻ്റെ അടുത്ത് വെച്ചു. ഇതൊന്നും വേണ്ട, ഹോസ്പിറ്റൽ ബില്ലൊക്കെ കൊടുത്തില്ലേ, അത് മതി. അവൻ അത് വാങ്ങാൻ കൂട്ടാക്കിയില്ല. അവൾ ഒരുപാട് ശ്രമിച്ചു നോക്കി, പക്ഷേ അവൻ ആ പൈസ വാങ്ങാൻ കൂട്ടാക്കിയതേയില്ല. എന്നാ ശരി, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിളിച്ചോളാൻ പറഞ്ഞ് നിത്യയും യമുനയും വിഷ്ണുവിൻ്റെ വീട്ടിൽ നിന്നും യാത്ര പറഞ്ഞിറങ്ങി. കാണുമ്പോൾ വലിയ ഫാഷൻകാരിയാണെങ്കിലും ആളൊരു പാവമാണെന്നും നല്ല മനസ്സുള്ളവളാണെന്നും വിഷ്ണുവിന് തോന്നി. അന്നത്തെ ദിവസം അവളുടെ മനസ്സ് മുഴുവൻ ആ ആക്സിഡന്റിനെ കുറിച്ചായിരുന്നു. ചെറിയ ആക്സിഡന്റ് ആയിരുന്നെങ്കിലും അവളുടെ കാരണം കൊണ്ടുണ്ടായ പരിക്കായതുകൊണ്ട് തന്നെ ഒരാൾക്ക് കുറച്ചു കാലത്തേക്ക് താൻ കാരണം ബുദ്ധിമുട്ടായല്ലോ എന്നോർത്ത് ഭക്ഷണം കഴിക്കാനോ ഉറങ്ങാനോ അവൾക്ക് മനസ്സ് വന്നില്ല. എല്ലാ സമയത്തും സന്തോഷത്തോടെ കണ്ടിരുന്ന മകളെ പെട്ടെന്നൊരു ദിവസം വളരെ വിഷമത്തോടെ കണ്ടപ്പോൾ നിത്യയുടെ അമ്മ എന്താ പ്രശ്നമെന്ന് കാര്യം തിരക്കിയെങ്കിലും ചെറിയൊരു തലവേദനയാണെന്ന് പറഞ്ഞ് അവൾ വിഷയത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി. അങ്ങനെ 2 ദിവസം കടന്നുപോയി. അപ്പോഴും അവൾ ചിന്തയിലായിരുന്നു. വിഷ്ണുവിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, വിളിച്ചന്വേഷിക്കണോ എന്നൊക്കെ അവൾക്ക് തോന്നി. വിഷ്ണുവിന്റെ പ്രകൃതം വെച്ച് ആൾ ഒരു കാര്യത്തിനും തന്നെ ഇങ്ങോട്ട് വിളിക്കാൻ സാധ്യതയില്ല എന്ന് അവൾക്കറിയാമായിരുന്നു. അതുകൊണ്ട് അങ്ങോട്ടേക്ക് വിളിച്ചു നോക്കാമെന്ന് അവൾ കരുതി. അല്ലെങ്കിൽ വേണ്ട, വിളിച്ചാൽ ചിലപ്പോൾ ഭേദമായെന്നേ പറയൂ. അതുകൊണ്ട് നാളെ അവിടെ വരെ ഒന്ന് പോയി നോക്കാം അവൾ കരുതി. പിറ്റേ ദിവസം അവൾ കോളേജിൽ നിന്നും അല്പം നേരത്തെ ഇറങ്ങി. ക്ലാസ് കഴിഞ്ഞിട്ട് ഇറങ്ങുകയാണെങ്കിൽ കൂട്ടുകാരികൾ ആരെങ്കിലും കൂടെ ഉണ്ടാവും. എല്ലാവരും കൂടി ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായെങ്കിലോ അവൾ വിചാരിച്ചു. അങ്ങനെ അവൾ വിഷ്ണുവിന്റെ വീടിന്റെ ഗേറ്റിനടുത്ത് കാർ നിർത്തി. വീടിന്റെ കോലായിൽ തന്നെ വിഷ്ണു കാല് നീട്ടിയിരിക്കുന്നുണ്ട്. വിഷ്ണുവിന്റെ തൊട്ടടുത്തായിട്ട് ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. അയാൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. രണ്ടുപേരും കാര്യമായിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുമുണ്ട്. അവൾ കാർ നിർത്തി നടന്നു വരുന്നതൊന്നും വിഷ്ണു കാണുന്നുണ്ടായിരുന്നില്ല. അവർ സംസാരിക്കുന്നത് വ്യക്തമായിട്ട് അവൾക്ക് മനസ്സിലാകുന്നില്ല. ചിലപ്പോൾ വീണതറിഞ്ഞിട്ട് കാണാൻ വന്ന ആരെങ്കിലും ആയിരിക്കും. അവൾ മടിച്ചാണെങ്കിലും വീടിന്റെ മുറ്റത്തേക്ക് നടന്നു. വീടിനടുത്തേക്ക് അടുക്കുന്തോറും അയാളുടെ സംസാരം ചെറുതായിട്ട് അവൾക്ക് വ്യക്തമാവാൻ തുടങ്ങി. അയാളെന്തോ പൈസയുടെ കാര്യമാണ് പറയുന്നത്. ഇനി വണ്ടി തട്ടിയിട്ട് തന്നോട് പൈസയൊന്നും വാങ്ങാതിരുന്നതിന് അയാൾ വഴക്ക് പറയുകയാണോ എന്നവൾ ചിന്തിച്ചു. അവൾ പതിയെ നടന്നു. തൊട്ടടുത്ത് എത്തിയപ്പോഴാണ് വിഷ്ണുവും അയാളും അവളെ കണ്ടത്. അവളെ കണ്ടപ്പോൾ വിഷ്ണു ഒന്ന് പതറി. പക്ഷേ അവൾ വന്നതൊന്നും അയാൾ കാര്യമാക്കുന്നില്ല. അയാൾ പറഞ്ഞു, വിഷ്ണു, ഒരു 10 ദിവസം കൂടി ഞാൻ ക്ഷമിക്കും. എന്നിട്ടും കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ സംസാരിച്ചതുപോലെ ഒന്നും ആയിരിക്കില്ല ഇനി സംസാരിക്കുക. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട, എനിക്ക് വേറെ ഒന്നും പറയാനില്ല, ഞാൻ ഇറങ്ങുകയാണ്. അയാൾ അതും പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങിപ്പോയി. വിഷ്ണുവിന്റെ മുഖത്ത് അപ്പോൾ ഭയങ്കരമായ നിരാശ അവൾക്ക് കാണാമായിരുന്നു. എന്നാലും അവൻ അതെല്ലാം മറക്കാൻ ശ്രമിച്ചുകൊണ്ട് അവളോട് ചിരിച്ചു. നിത്യ, വരൂ, കയറിയിരിക്കൂ. ഇന്ന് കോളേജിൽ പോകാനില്ലായിരുന്നോ? ഉണ്ടായിരുന്നു, പോയി വരുന്ന വഴിയാണ്.
അല്പം നേരത്തെ ഇറങ്ങിയതാണ്. ഞാൻ വന്നത് എന്തെങ്കിലും ബുദ്ധിമുട്ടായോ? അവൾ അവിടെ വിഷ്ണുവിന്റെ അടുത്തുണ്ടായിരുന്ന കസേരയിൽ ഇരുന്നു കൊണ്ട് വിഷ്ണുവിനോട് ചോദിച്ചു. ഏയ്, ബുദ്ധിമുട്ടൊന്നുമില്ല. വന്നതിൽ വളരെ സന്തോഷം. നിത്യ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ബുദ്ധിമുട്ടേണ്ട കേട്ടോ. എനിക്ക് പറയത്തക്ക വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. കുറച്ചു ദിവസം കഴിഞ്ഞാൽ ജോലിക്ക് പോയി തുടങ്ങാം, അത്രയേ ഉള്ളൂ. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കുടിക്കാൻ എന്തെങ്കിലും തരാനാണെങ്കിൽ അമ്മ ഇവിടെ ഇല്ല, പുറത്തു പോയതാണ്. കുറച്ചു കഴിഞ്ഞേ തിരിച്ചു വരികയുള്ളൂ. ഒന്നും വേണ്ട, ഞാൻ വിഷ്ണുവേട്ടൻ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി വന്നതായിരുന്നു. വന്ന സമയം ശരിയായില്ല എന്ന് തോന്നുന്നു. നിങ്ങൾ എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? അയാൾ എന്നെ കണ്ടിട്ടാണോ പോയത്? അവൾ ചോദിച്ചു. അതുകൊണ്ടൊന്നുമല്ല അയാൾ പോയത്. ഇടയ്ക്ക് വരാറുണ്ട്. അയാളുടെ വീടാണിത്. ഞങ്ങൾ വാടകയ്ക്കാണ് ഇവിടെ താമസിക്കുന്നത്, വിഷ്ണു പറഞ്ഞു. അയാൾ പറഞ്ഞത് ഞാൻ കുറച്ചൊക്കെ കേട്ടു. 10 ദിവസം കൂടി ക്ഷമിക്കുമെന്നൊക്കെ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ അയാളുമായിട്ട്? അവൾ ചോദിച്ചു. ഏയ്, അങ്ങനെ പറയത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെന്താ അങ്ങനെയൊക്കെ പറഞ്ഞത്? വിഷ്ണുവേട്ടൻ എന്നോട് പറയുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നിത്യ വീണ്ടും വിഷ്ണുവിനോട് ചോദിച്ചു. പറയുന്നത് കൊണ്ടൊന്നും ഉണ്ടായിട്ടല്ല. വെറുതെ എന്തിനാ എന്റെ വിഷമങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെ കൂടി വിഷമത്തിലാക്കുന്നത് എന്ന് കരുതി. വേറൊന്നും കൊണ്ടല്ല. എന്തായാലും നിത്യ ഇതൊക്കെ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയാം. ആ പോയ ആള് ഒരു പലിശക്കാരനാണ്. 2 മാസങ്ങൾക്ക് മുന്നേ അയാളുടെ അടുത്ത് നിന്നും ഞാൻ ഒരു 2 ലക്ഷം രൂപ കടം വാങ്ങിയിരുന്നു. അമ്മയ്ക്ക് ഒരു സർജറി ഉണ്ടായിരുന്നു. കുറേ കാലങ്ങൾക്ക് മുന്നേ പറഞ്ഞതാണ് ചെയ്യാൻ. ഇപ്പോൾ അമ്മയ്ക്ക് കൂടെ കൂടെ വയ്യാതായി വന്നു. സർജറി ചെയ്യേണ്ടത് അത്യാവശ്യമായി. വേറെ നിവൃത്തിയൊന്നുമില്ലാതെ വന്നപ്പോൾ അയാളുടെ അടുത്ത് നിന്നും പണം വാങ്ങേണ്ടി വന്നു. അത് കൊടുക്കാനുണ്ട്. അത് കിട്ടാതെ ആയപ്പോൾ വന്നതാണ്. അയാൾക്ക് കഴിഞ്ഞ 2 മാസമായിട്ട് കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നെ ഒരു മാസത്തെ വാടകയും പെൻഡിങ് ഉണ്ട്. സർജറി സമയത്തൊന്നും എനിക്ക് ജോലിക്ക് പോകാനും പറ്റിയിരുന്നില്ല. പിന്നെ കുറച്ച് നാളുകളായിട്ട് ജോലി കുറവാണ്. അതുകൂടി ആയപ്പോൾ ഞങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടിലായി പോയി. കുടുംബശ്രീയിൽ നിന്ന് കുറച്ച് എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ വേണ്ടി അവിടേക്ക് പോയതാണ് അമ്മ. അതിനിടയ്ക്കാണ് പലിശക്കാരൻ വന്നത്. അയാൾ വന്നു പോയത് അമ്മ അറിയാഞ്ഞത് നന്നായി. അമ്മയുടെ ആവശ്യത്തിന് വേണ്ടി എടുത്തതാണ്. ഇപ്പോൾ എൻ്റെ മോനൊരു ബുദ്ധിമുട്ടായി എന്ന് എപ്പോഴും അമ്മ വിഷമം പറയും. സ്വന്തമായിട്ടൊരു വീടുണ്ടായിരുന്നു. അത് അച്ഛൻ അറിയാവുന്ന ബിസിനസ്സുകളൊക്കെ ചെയ്ത് പൊളിഞ്ഞപ്പോൾ ഞങ്ങൾ താമസിച്ചിരുന്ന വീട് വിൽക്കേണ്ടി വന്നു. ആ വിഷമം താങ്ങാൻ പറ്റാതെ അച്ഛൻ ഞങ്ങളെ വിട്ടുപോയി. വീട് വിറ്റതുകൊണ്ടൊന്നും കടങ്ങൾ മുഴുവനായിട്ടും തീർക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. കടക്കാരിൽ കുറേ പേർ കുടുംബക്കാരായതുകൊണ്ട് 1-2 മാസമൊക്കെ ഞങ്ങളോട് പൈസയൊന്നും ചോദിക്കാതെ നിന്നു. പിന്നെ അവരും പതിയെ ചോദിച്ചു തുടങ്ങി. എന്തായാലും ഞങ്ങൾ കടമായി വാങ്ങിയതല്ലേ, തിരിച്ചു കൊടുത്തല്ലേ പറ്റൂ. എന്നായാലും അമ്മയ്ക്ക് അതൊക്കെ ഓർക്കുമ്പോൾ ഓരോ വിഷമങ്ങളാണ്. എനിക്ക് നല്ല ജോലി കിട്ടി കാണണമെന്ന് അമ്മ കുറേ ആശിച്ചിരുന്നു. ഈ ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഇടയിലും എന്നോട് പഠിപ്പ് നിർത്തരുതെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. MA വരെ പഠിച്ചു. തുടർന്ന് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അന്നൊക്കെ സാമ്പത്തികമായി കുറേയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. അതുകൊണ്ട് തുടർന്ന് പഠിക്കുന്നത് വേണ്ടെന്ന് വെച്ച് കുറേ ജോലി അന്വേഷിച്ച് നടന്നു. ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തു. എല്ലാ PSCയും മുടങ്ങാതെ എഴുതാറുണ്ടായിരുന്നു. അതിനുവേണ്ടി ഞാൻ കുറേ കോച്ചിങ് ക്ലാസ്സിനും പോയിരുന്നു. നിർഭാഗ്യവശാൽ ഒന്നും തരപ്പെട്ടില്ല. അതിനിടയിൽ വീട്ടിലെ പ്രാരാബ്ധവും ഒക്കെ ആയപ്പോൾ ജോലി അന്വേഷിച്ച് നടക്കുന്നതും ഇന്റർവ്യൂവിന് പോക്കും PSCക്ക് പോകുന്നതും ഒക്കെ വേണ്ടെന്ന് വെച്ചു. എനിക്കൊരു നല്ല ജോലി കിട്ടി കാണണമെന്ന് അമ്മ എപ്പോഴും പറയുമായിരുന്നു. ഞാൻ ഓരോ സ്ഥലത്തും ഇന്റർവ്യൂവിന് പോകുമ്പോൾ അമ്മയ്ക്കൊരു പ്രതീക്ഷയായിരുന്നു. പക്ഷേ എത്ര നാളെന്ന് കരുതിയാ ജോലി കിട്ടുന്നത് വരെ അമ്മയെയും അനിയത്തിയെയും ഇങ്ങനെ പട്ടിണിക്കിടുന്നത് എന്ന് കരുതി ജോലി അന്വേഷിച്ച് നടക്കുന്നതൊക്കെ വേണ്ടെന്ന് വെച്ചു. അങ്ങനെയാണ് പെയിന്റിംഗ് പണിക്ക് പോയി തുടങ്ങിയത്. വിഷ്ണു പറയുന്നത് കേട്ട് നിത്യക്ക് ആകെ വിഷമമായി. വിഷ്ണുവിന്റെ കാര്യമൊക്കെ നോക്കുമ്പോൾ ഞാൻ എത്ര ഭാഗ്യം ചെയ്ത കുട്ടിയാണ്. ഭക്ഷണത്തിന്റെയും പൈസയുടെയും ഒരു ബുദ്ധിമുട്ടും ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളവരെ ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടുമില്ലായിരുന്നു. ഇപ്പോൾ വിഷ്ണുവേട്ടന്റെയും വീട്ടുകാരുടെയും കഥയൊക്കെ കേട്ടപ്പോൾ പാവം തോന്നുന്നു. അവൾ മനസ്സിൽ വിചാരിച്ചു. ഒരുപാട് കടവും കഷ്ടപ്പാടുമായി നടക്കുന്ന ഒരാളാണല്ലോ എന്റെ അശ്രദ്ധ കാരണം ഈ അവസ്ഥയിൽ ഇങ്ങനെ കിടക്കുന്നത് എന്ന് അവൾ മനസ്സിലോർത്തു. അവൾ ഒരു നിമിഷം വിഷ്ണുവിനെ തന്നെ നോക്കി. ഇത്രയൊക്കെ ബുദ്ധിമുട്ടുകളും കടങ്ങളും ഒക്കെ ഉണ്ടായിട്ടാണോ ഏട്ടാ അന്ന് ഞാൻ പൈസ വെച്ച് നീട്ടിയപ്പോൾ വാങ്ങാൻ കൂട്ടാക്കാഞ്ഞത്? അതിനവൻ ചിരിച്ചതല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല. അവൾ അപ്പോൾ അവളുടെ ബാഗിൽ നിന്ന് കുറച്ച് പൈസ എടുത്തു. അവന് നേരെ നീട്ടി. ഏട്ടാ, എന്റെ കയ്യിൽ കുറച്ച് പൈസയുണ്ട്. കോളേജിൽ പോകുമ്പോൾ വീട്ടിൽ നിന്ന് അച്ഛൻ പലപ്പോഴായിട്ട് പോക്കറ്റ് മണിയായി തരുന്നതാണ്. ഈ പൈസ ഏട്ടന് വളരെ വേണ്ടപ്പെട്ട ഒരാൾ തരുന്നതാണെന്ന് വിചാരിച്ച് വാങ്ങണം. ഇത് വാങ്ങില്ല എന്ന് പറയരുത് പ്ലീസ്. അവൾ വിഷ്ണുവിനെ ഒരുപാട് നിർബന്ധിച്ചു.
അവസാനം വേറെ നിവൃത്തിയൊന്നുമില്ലാതെ വിഷ്ണു അവൾ കൊടുത്ത പൈസ വാങ്ങി. ഏട്ടൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട, പഴയതുപോലെ PSC ക്ലാസ്സിനൊക്കെ പോയി തുടങ്ങണം. എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്യാം. ഈ പ്രശ്നങ്ങളൊക്കെ മാറുന്ന ഒരു ദിവസം വരും. നല്ലൊരു ജോലി കിട്ടും, നല്ലൊരു വീടുണ്ടാവും, എന്റെ മനസ്സ് പറയുന്നു, നിത്യ പറഞ്ഞു. ഇങ്ങനെ പറയാൻ തോന്നിയതിന് ഒരുപാട് നന്ദിയുണ്ട്. എന്താന്നറിയില്ല, എനിക്ക് നിത്യയോട് സംസാരിച്ചിരിക്കുമ്പോൾ എന്തോ ഒരു ആശ്വാസം പോലെ. ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിലാണ് ഇരിക്കുന്നതെങ്കിലും മനസ്സിന് വല്ലാത്തൊരു സമാധാനം തോന്നുന്നു, വിഷ്ണു പറഞ്ഞു. അന്ന് അവൾ വിഷ്ണുവിന്റെ അടുത്തിരുന്ന് കുറേ നേരം സംസാരിച്ചിട്ടാണ് അവിടെ നിന്ന് യാത്രയായത്. ആ നിഷ്കളങ്കനായ ചെറുപ്പക്കാരനോട് അവൾക്കെന്തോ മനസ്സുകൊണ്ട് വല്ലാത്തൊരടുപ്പം തോന്നി തുടങ്ങി. എന്തോ അവളുടെ ഉള്ളിൽ അവനോട് വീണ്ടും വീണ്ടും സംസാരിക്കാൻ തോന്നി. അടുത്ത ദിവസങ്ങളിൽ വീണ്ടും വീണ്ടും അവൾ വിഷ്ണുവിനെ കാണാനായി വീട്ടിലേക്ക് വന്നു. വിഷ്ണുവിന്റെ അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടി എടുത്ത ബാധ്യതകളെല്ലാം കടമായിട്ട് എന്ന പോലെ അവൾ സഹായിച്ച് കൊടുത്തു തീർത്തു. ദിവസങ്ങൾ കടന്നുപോയി. വിഷ്ണുവിന്റെ അസുഖം മാറി അവൻ പൂർണ്ണ ആരോഗ്യവാനായി ജോലിക്ക് വീണ്ടും പോയി തുടങ്ങി. ഒരു ദിവസം ജോലിക്കിടയിൽ നിത്യ വിഷ്ണുവിനെ വിളിച്ച് ജോലി കഴിഞ്ഞിട്ട് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. നിത്യയുടെ കോളേജിനടുത്തുള്ള പാർക്കിൽ വെച്ച് കാണാമെന്ന് വിഷ്ണു അവൾക്ക് മറുപടി കൊടുത്തു. അങ്ങനെ കോളേജ് കഴിഞ്ഞ് വൈകുന്നേരം അവൾ വിഷ്ണുവിനെ കാണാൻ വേണ്ടി പാർക്കിൽ കാത്തിരുന്നു. അവളുടെ കാത്തിരിപ്പ് അരമണിക്കൂറോളം നീണ്ടുനിന്നു. അതിനുശേഷമാണ് വിഷ്ണു വന്നത്. അവർ രണ്ടുപേരും അവിടെ വെച്ച് കണ്ടുമുട്ടി. സോറി, ഞാൻ ലേറ്റ് ആയി പോയല്ലേ, പണി കഴിയാൻ കുറച്ച് വൈകിപ്പോയി, വിഷ്ണു ക്ഷമാപണം പോലെ പറഞ്ഞു. ഏയ് അതൊന്നും സാരമില്ല, ക്ലാസ് കഴിഞ്ഞാ പിന്നെ ഞാൻ എപ്പോഴും ഫ്രീ ആണല്ലോ, അവൾ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. അല്ല, നിത്യക്ക് എന്താണ് എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞത്? എന്താണ്? അവൻ ചോദിച്ചു. അവൾ വിഷ്ണുവിന്റെ മുഖത്തേക്ക് നോക്കി ചെറുതായൊന്ന് പുഞ്ചിരിച്ചു. മെല്ലെ തല താഴ്ത്തി. നമുക്ക് അല്പം നടന്നാലോ, അവൾ ചോദിച്ചു. ഓ, അതിനെന്താ, നടക്കാം. അവർ പാർക്കിലെ പച്ച പുല്ല് വിരിച്ച നടപ്പാതയിൽ കൂടി പതിയെ പതിയെ നടന്നു തുടങ്ങി. ആ പാർക്കിലെ നടപ്പാതയുടെ അരികിലുള്ള ബെഞ്ചുകളിൽ പലയിടങ്ങളിലായി ലവേഴ്സ് ഇരിക്കുന്നത് അവർക്ക് നടക്കുമ്പോൾ കാണാമായിരുന്നു. അത് കണ്ടപ്പോൾ നിത്യ വിഷ്ണുവിനോട് ചോദിച്ചു. ദേ, ഓരോരുത്തർ ഇരിക്കുന്നത് കണ്ടില്ലേ? വിഷ്ണുവേട്ടൻ ആരെയെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? ഇതേപോലെ പാർക്കിലൊക്കെ പോയി ഇരുന്നിട്ടുണ്ടോ? പിന്നെ പ്രേമം, നല്ല കഥ. നമുക്കൊക്കെ അതിനെവിടെയാടോ സമയം? അഥവാ സമയമുണ്ടായാൽ തന്നെ നമ്മളെയൊക്കെ ആര് നോക്കാനാടോ? പ്രേമിച്ച് നടക്കേണ്ട സമയത്ത് അതിനൊന്നും കഴിഞ്ഞില്ല, ആരോടും തോന്നിയിട്ടില്ല എന്ന് തന്നെ പറയാം. പിന്നെ ഇപ്പോൾ തോന്നിയിട്ടും കാര്യമില്ല, ഓരോ പ്രാരാബ്ധങ്ങളുമായിട്ട് നടക്കുകയല്ലേ, വിഷ്ണു പറഞ്ഞു. ഒരാൾ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നാലോ? പ്രേമിക്കുമോ? അതോ? അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അവനൊന്ന് പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു. നടന്നത് തന്നെ. നിത്യ പറയുന്നത് കേൾക്കുമ്പോൾ മനസ്സിനൊരു സുഖമൊക്കെ തോന്നുന്നു, വിഷ്ണു ചിരിച്ചുകൊണ്ട് വീണ്ടും തുടർന്നു. ഇനി അഥവാ അങ്ങനെ നടന്നാൽ തന്നെ എന്റെ അവസ്ഥ അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ വന്ന പോലെ വാലും മടക്കി ഓടിക്കോളും. ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കൊക്കെ വേണ്ടത് നല്ല പൈസയുള്ള വീട്ടിലെ പയ്യന്മാരെയാണ്. അവരെ സിനിമയ്ക്ക് കൊണ്ടുപോകണം, നല്ല നല്ല വില കൂടിയ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കണം, ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കണം. ഇതൊന്നുമില്ലെങ്കിലേ നമ്മളെയൊക്കെ എപ്പോ തട്ടിയെന്ന് ചോദിച്ചാൽ മതി, കിട്ടും നല്ല അസല് തേപ്പ്, അവൻ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. വിഷ്ണുവിന്റെ സംസാരം കേട്ട് നിത്യയും പരിസരം മറന്ന് പൊട്ടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അല്പസമയം കഴിഞ്ഞ് അവൾ ചിരി നിർത്തി വിഷ്ണുവിനോട് പറഞ്ഞു. എന്നാലേ ഇതുപോലുള്ള ആർഭാടങ്ങളൊന്നും വേണ്ടാത്ത ഒരു പാവം പെൺകുട്ടിയെ ഞാൻ പരിചയപ്പെടുത്തി തരട്ടെ. ആണോ? അതാരാടോ അങ്ങനെ ഒരു കുട്ടി? നിത്യയുടെ കൂട്ടുകാരി ആരെങ്കിലും ആണോ? വിഷ്ണു ചോദിച്ചു. ആണെന്ന് കൂട്ടിക്കോ. അതുകൂടി പറയാനാണ് ഞാൻ വിഷ്ണുവേട്ടനോട് ഇവിടേക്ക് വരാൻ വേണ്ടി പറഞ്ഞത്. അവൾക്ക് വിഷ്ണുവേട്ടനെ വലിയ ഇഷ്ടമാണെന്ന് അവൾ പറഞ്ഞു. അതുകൂടി അറിയിക്കാനായിരുന്നു ഇന്ന് ഞാൻ വിളിച്ചത്, നിത്യ പറഞ്ഞു. വിഷ്ണുവിന് അവൾ പറയുന്നത് കേട്ടപ്പോൾ ആകാംക്ഷയായി. എന്നെ ഞാൻ അറിയാതെ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയോ? അതാരാടോ അങ്ങനെ ഒരാൾ? വിഷ്ണു ചോദിച്ചു. ആളിവിടെ അടുത്ത് തന്നെയുണ്ട്, നമ്മുടെ കൺവെട്ടത്ത് തന്നെ, നിത്യ പറഞ്ഞു. അത് കേട്ടപ്പോൾ വിഷ്ണു ചുറ്റുവട്ടത്തുള്ള പെൺകുട്ടികളെയൊക്കെ സൂക്ഷിച്ചു നോക്കി. സമയം പോകാൻ വേണ്ടി വെറുതെ എന്നെ കളിപ്പിക്കുകയാണല്ലേ? അല്ലെന്നേ, ഇനി എന്തായാലും ഞാൻ വെച്ച് താമസിക്കുന്നില്ല. ആളെ വിഷ്ണുവേട്ടനൊന്ന് പരിചയപ്പെടുത്തട്ടെ, അവൾ ചോദിച്ചു. ഞാൻ അറിയാതെ എന്നെ സ്നേഹിക്കുന്ന അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ഒന്ന് എനിക്ക് കാണണമല്ലോ. എന്തായാലും നിത്യ വിളിച്ചോ, വിഷ്ണു മറുപടി പറഞ്ഞു. അവർ നടത്തം നിർത്തി. എന്നാലേ കണ്ണടച്ച് ഇവിടെ നിൽക്ക്, ഞാൻ പറയുന്നത് വരെ കണ്ണു തുറക്കാൻ പാടില്ല. റെഡിയാണോ, അവൾ ചോദിച്ചു. ഓക്കേ, ഞാൻ റെഡിയാണ്. പക്ഷേ എന്നെ കണ്ണടച്ച് നിർത്തി ഇവിടെ നിന്നും മുങ്ങിക്കളയരുത് കേട്ടോ, വിഷ്ണു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതൊന്നുമില്ല, റെഡിയാണോ, അവൾ വീണ്ടും ചോദിച്ചു. റെഡിയാണ് എന്ന് അവൻ ഉത്തരം പറഞ്ഞു. അവൾ കണ്ണു തുറക്കാൻ പറയുന്നത് കേൾക്കാനായി അവൻ കാത്തിരുന്നു. അവന്റെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ നിറഞ്ഞു. ആ ഒരാൾ ആരായിരിക്കും? ഞാൻ അറിയാത്ത എന്നെ സ്നേഹിക്കുന്ന ഒരാൾ. ഇനി അന്ന് അവളുടെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരി എങ്ങാനും ആയിരിക്കുമോ?
അതോ നിത്യ വെറുതെ പറഞ്ഞതായിരിക്കുമോ? അവളുടെ സ്വഭാവം വെച്ച് വെറുതെ പറയുന്നതാവും, എന്തെങ്കിലും തമാശ ഒപ്പിക്കാൻ വേണ്ടി. എന്തായാലും അവൾ പറഞ്ഞതല്ലേ, നിന്നു കൊടുത്തേക്കാം, അവൻ മനസ്സിൽ വിചാരിച്ചു. അവന്റെ ചിന്തകൾക്ക് വിരാമമിട്ടുകൊണ്ട് നിത്യ വിഷ്ണുവിനോട് കണ്ണു തുറന്നോളാൻ പറഞ്ഞു. അവൻ ആകാംക്ഷയോടെ കണ്ണു തുറന്നു നോക്കി. അവന്റെ മുന്നിൽ ആരും ഉണ്ടായിരുന്നില്ല, നിത്യയല്ലാതെ. ആളെവിടെ? ആരെയും കാണുന്നില്ലല്ലോ. എന്നെ കളിപ്പിച്ചതായിരുന്നു അല്ലേ? വിഷ്ണു ചോദിച്ചു. ആരെയും കാണുന്നില്ലേ? നിത്യ ആകാംക്ഷയോടെ ചോദിച്ചു. ഇല്ല, ഇവിടെ നിത്യയല്ലാതെ വേറെ ആരാ ഉള്ളത്? എന്നാലേ ആ ആള് വേറെ ആരുമല്ല, ഞാൻ തന്നെയാണ് വിഷ്ണുവേട്ടാ, നിത്യ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് വിഷ്ണുവേട്ടനെ വലിയ ഇഷ്ടമാണ്, അവൾ വിഷ്ണുവിന്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. അവളുടെ വാക്കുകൾ അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൻ ഒരു നിമിഷ നേരത്തേക്ക് പരിസരം തന്നെ മറന്നുപോയി. ഇത്ര വലിയ പണക്കാരിയായ ഒരു പെൺകുട്ടി എന്നെ പോലുള്ള പാവങ്ങളെയൊക്കെ ഇഷ്ടപ്പെടുമോ? അതോ അവളൊരു ടൈം പാസിന് വേണ്ടി എന്നോട് അങ്ങനെ പറഞ്ഞതാണോ? ആയിരിക്കും, അങ്ങനെ ആവാനേ വഴിയുള്ളൂ, അവൻ മനസ്സിൽ വിചാരിച്ചു. വിഷ്ണു ഒന്നും മിണ്ടാതെ തന്നെ നോക്കി അന്തം വിട്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ നിത്യ തന്റെ കൈ വിഷ്ണുവിന്റെ കണ്ണുകൾക്ക് മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വീശി അവനോട് ചോദിച്ചു. ഹലോ വിഷ്ണുവേട്ടാ, ഇതെന്തു പറ്റി? ഞാൻ പറഞ്ഞത് കേട്ടിട്ടാണോ ഇങ്ങനെ ഒന്നും മിണ്ടാതെ കണ്ണു മീച്ചു നിൽക്കുന്നത്? എന്താ ആലോചിക്കുന്നത്? ഞാൻ ടൈം പാസിന് വേണ്ടി പറയുകയാണ് എന്നൊക്കെയാണോ ഏട്ടൻ ആലോചിക്കുന്നത്? വിഷ്ണു ഒരു മറുപടിയും പറയാതെ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നു. വിഷ്ണുവേട്ടാ, ഹലോ, എന്തു പറ്റി? അവൾ വീണ്ടും ചോദിച്ചപ്പോൾ വിഷ്ണു മറുപടി പറഞ്ഞു. നിത്യ, നീയൊക്കെ വലിയ വീട്ടിലെ കുട്ടിയല്ലേ, നിങ്ങൾക്കൊക്കെ ഇത് ചെറിയൊരു തമാശയായിരിക്കാം. ഞങ്ങളെപ്പോലുള്ള പാവങ്ങൾ എപ്പോഴും നിങ്ങൾക്കൊക്കെ ഒരു ടൈം പാസ് ആണ് പൊതുവേ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? വിഷ്ണു പറയുന്നത് കേട്ടപ്പോൾ നിത്യയ്ക്ക് വിഷമമായി. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും വിഷ്ണുവേട്ടൻ എന്റെ സ്നേഹം ആത്മാർത്ഥമാണെന്ന് വിശ്വസിച്ചിട്ടില്ല, പാവം, അവൾ ചിന്തിച്ചു. നിത്യ വിഷ്ണുവിനോട് വീണ്ടും പറഞ്ഞു തുടങ്ങി. ഏട്ടൻ പറഞ്ഞത് ശരിയായിരിക്കാം, ഏറെക്കുറെ അങ്ങനെ ടൈം പാസിന് സ്നേഹിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. പക്ഷേ എന്നെ വിഷ്ണുവേട്ടൻ അവരുടെ കൂട്ടത്തിൽ പെടുത്തരുത്. ഞാൻ അങ്ങനെയല്ല വിഷ്ണുവേട്ടനെ കാണുന്നത്. ഞാൻ ഒരുപാട് പയ്യന്മാരെ കണ്ടിട്ടുണ്ട്, കോളേജിൽ നിന്ന് ഒരുപാട് പേരോട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അവരോടൊന്നും തോന്നാത്തൊരിഷ്ടം വിഷ്ണുവേട്ടനോട് എനിക്ക് തോന്നിയത് വിഷ്ണുവേട്ടനോട് കൂടുതൽ സംസാരിച്ചപ്പോഴാണ്. വിഷ്ണുവേട്ടന്റെ നിഷ്കളങ്കമായ മനസ്സും സ്വഭാവവും അതാണ് എന്നെ വിഷ്ണുവേട്ടന്റെ അടുത്തേക്ക് കൂടുതൽ അടുപ്പിച്ചത്. വിഷ്ണുവേട്ടൻ ഞാനൊരു പണക്കാരി ആയതുകൊണ്ടല്ലേ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഞാൻ പൈസയുള്ള ഒരു വീട്ടിലെ കുട്ടിയായത് എന്റെ തെറ്റാണോ? അങ്ങനെയല്ലായിരുന്നെങ്കിൽ എന്നെ ഏട്ടൻ ഇഷ്ടപ്പെടുമായിരുന്നോ? അല്ലെങ്കിൽ ഇഷ്ടപ്പെടില്ലായിരുന്നോ? അവൾ ചോദിച്ചപ്പോൾ വിഷ്ണു അപ്പോൾ ഒന്നും പറഞ്ഞില്ല. അവൾ വീണ്ടും തുടർന്നു. വിഷ്ണുവേട്ടാ, വിഷ്ണുവേട്ടൻ എന്നെ ഇഷ്ടമാണോ? അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ വിഷ്ണുവേട്ടനെ ശല്യപ്പെടുത്താൻ വരില്ല, നിത്യ വിഷമത്തോടെ പറഞ്ഞു. അവൾ പറയുന്നത് കേട്ടപ്പോൾ വിഷ്ണു തന്റെ മനസ്സിലുള്ളത് അവളോട് പറഞ്ഞു തുടങ്ങി. നിത്യ വീട്ടിൽ വന്ന് സംസാരിച്ചിരിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്, നിത്യ എപ്പോഴും എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിലെന്ന്. കുറച്ച് സമയമാണെങ്കിലും അന്നൊക്കെ നിത്യയോട് സംസാരിച്ചിരിക്കുമ്പോൾ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ പാടെ മറന്നു പോകുന്ന പോലെ തോന്നും. നിത്യയുടെ സംസാരവും കളിയും ചിരിയും ഒക്കെ കാണുമ്പോൾ നിത്യ എന്നും എന്റെ കൂടെ ഉണ്ടാവണമെന്ന് അന്നൊക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്റെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ അതൊരഹങ്കാരമായി പോകും. നിത്യയെ പോലെയുള്ള ഒരു പെൺകുട്ടിയെ എനിക്ക് സ്വപ്നം കാണാൻ പോലും കഴിയില്ല, വിഷ്ണു പറഞ്ഞു. എന്നാൽ അവൻ അത് പറഞ്ഞപ്പോൾ അവന് നിത്യയെ ഇഷ്ടമാണെന്ന് അവൾക്ക് ബോധ്യമായി. അപ്പോൾ എന്നെ ഇഷ്ടമാണല്ലേ, അത് മതി. അവൾ അത് പറഞ്ഞുകൊണ്ട് അവന്റെ കൈ രണ്ടും മുറുകെ പിടിച്ചു. മറുത്തൊന്നും പറയാനാവാതെ വിഷ്ണു അവളെ നോക്കി ചിരിച്ചു. ശരിക്കു പറഞ്ഞാൽ വിഷ്ണുവിന് ഉള്ളിന്റെ ഉള്ളിൽ അവളോട് വല്ലാത്തൊരിഷ്ടമുണ്ടായിരുന്നു. യോഗ്യതയില്ലെന്ന് കരുതി മാത്രം മറച്ചുവെച്ച ഒരിഷ്ടം. എന്നാൽ അവളായിട്ട് അത് പറഞ്ഞപ്പോൾ അവിടം മുതൽ അവർ അടുക്കുകയായിരുന്നു. ദിവസങ്ങൾ പോകുന്തോറും വിഷ്ണുവും നിത്യയും തമ്മിൽ പരസ്പരം കാണാതിരിക്കാൻ കഴിയാത്തവണ്ണം വളരെയധികം അടുത്തിരുന്നു. ദിവസവും അവർ തമ്മിൽ എവിടെയെങ്കിലും വെച്ച് കാണുന്നത് പതിവായിരുന്നു. അന്നൊരു വൈകുന്നേരം നിത്യയും വിഷ്ണുവും ബീച്ചിൽ ഒരുമിച്ച് ഓരോരോ കാര്യങ്ങൾ സംസാരിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അതിനിടയ്ക്കാണ് നിത്യയുടെ അമ്മയുടെ അടുത്ത ഒരു കൂട്ടുകാരി അതുവഴി വന്നത്. അവരെ കണ്ടപ്പോൾ നിത്യ ഒന്ന് പരിങ്ങി. അവൾ മെല്ലെ മുഖം തിരിക്കാൻ ശ്രമിച്ചെങ്കിലും അപ്പോഴേക്കും നിത്യയെ അവർ കണ്ടിരുന്നു. അവർ നിത്യയുടെ അടുത്തേക്ക് വന്ന് 1-2 നിമിഷം സംസാരിച്ച ശേഷം അവർ തിരിച്ചുപോയി. പോകുമ്പോൾ വിഷ്ണുവിനെ അവർ നന്നായൊന്ന് നോക്കി. അവർ പോയെങ്കിലും നിത്യയുടെ മനസ്സിൽ നിന്നും ആ നിമിഷം മാഞ്ഞുപോയില്ല. അവൾ നല്ലപോലെ പേടിച്ചിരുന്നു. അമ്മയുടെ അടുത്ത കൂട്ടുകാരിയാണ്. അവർ അമ്മയോട് ചെന്ന് വിഷ്ണുവേട്ടനെയും എന്നെയും ബീച്ചിൽ കണ്ട കാര്യം പറഞ്ഞു കൊടുക്കുമോ എന്ന് മനസ്സിലോർത്ത് അവൾ പേടിച്ചു. അവൾ അത് ചിന്തിച്ചിരിക്കുമ്പോൾ വിഷ്ണു തോളിൽ തട്ടി വിളിച്ചു. എന്തു പറ്റി നിത്യ, നീ എന്താ ചിന്തിക്കുന്നത്? ആരാണ് നിന്നോട് സംസാരിച്ചു പോയ ആ സ്ത്രീ? അവൻ ചോദിച്ചു. ഏട്ടാ, അതെന്റെ അമ്മയുടെ കൂട്ടുകാരിയാണ്. കൂട്ടുകാരി എന്ന് വെച്ചാൽ വളരെ അടുത്ത കൂട്ടുകാരി. അവരെ ഇവിടെ വെച്ച് കാണുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല.
നമ്മളെ രണ്ടുപേരെയും ഇവിടെ വെച്ച് കണ്ട കാര്യം അമ്മയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുമോ എന്ന് ആലോചിച്ചിരിക്കുവാ ഞാൻ. അവൾ പറഞ്ഞു. നീ പേടിക്കാതിരിക്കും നിത്യ. നമ്മൾ തമ്മിലുള്ള ബന്ധം ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും വീട്ടിൽ പറയണ്ടേ? അല്ലാതെ എങ്ങനെയാ മുന്നോട്ടു പോകുന്നത്? അതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തായാലും നമ്മൾ അഭിമുഖീകരിച്ചേ പറ്റൂ. പേടിക്കണ്ട, ഞാനില്ലേ കൂടെ. ഒരിക്കലും ഞാൻ നിന്നെ പാതി വഴിയിലിട്ടു പോവില്ല, നീ എന്നെ വേണ്ടെന്ന് പറയാത്തിടത്തോളം. വിഷ്ണു അവളെ സമാധാനിപ്പിച്ചു. ശേഷം എന്നത്തെയും പോലെ അവൾ വീട്ടിലേക്ക് തിരിച്ചെത്തി. വീട്ടിൽ ചെന്നപ്പോൾ പതിവില്ലാതെ അച്ഛൻ്റെ കാർ പുറത്ത് കിടക്കുന്നുണ്ട്. എന്താണ് അച്ഛൻ പതിവില്ലാതെ ഈ സമയത്ത് വന്നത്? അവൾ ആലോചിച്ചു. അവൾ ചെറിയൊരു ഭയത്തോടെയാണ് വീട്ടിലേക്ക് കയറിയത്. എന്നെയും വിഷ്ണുവേട്ടനെയും വഴിയിൽ കണ്ടത് അമ്മയുടെ കൂട്ടുകാരി ഇവിടെ പറഞ്ഞു കാണുമോ എന്നൊരു ഭയം ഉള്ളിൽ വെച്ചുകൊണ്ടാണ് അവൾ അകത്തേക്ക് കയറിയത്. അകത്ത് കയറിയപ്പോൾ അവൾ വിചാരിച്ചതുപോലെ തന്നെ സംഭവിച്ചു. അച്ഛനും അമ്മയുമൊക്കെ വല്ലാത്ത ദേഷ്യത്തിലായിരുന്നു. പതിവ് പോലെ അവൾ കോളേജ് കഴിഞ്ഞ് വന്നാലുള്ള സ്നേഹപ്രകടനമൊന്നും അന്നുണ്ടായില്ല. രണ്ടുപേരും അകത്ത് സോഫയിൽ തല താഴ്ത്തിയിരിക്കുകയായിരുന്നു. ഒരു മടിയോടെ നിത്യ അവർക്കിടയിലേക്ക് ചെന്നു. അമ്മ, അപ്പാ, എന്തുപറ്റി രണ്ടാളും ദുഃഖിച്ചിരിക്കുന്നു? ഒരു വിറയലോടെയാണ് നിത്യ അത് ചോദിച്ചത്. എന്നാൽ അപ്പോഴേക്കും അച്ഛൻ വളരെ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. വിലപിടിപ്പുള്ള കാറും വാങ്ങി തന്ന് നിന്റെ ആവശ്യങ്ങളൊക്കെ നടത്തി തന്ന് നിന്നെ ഞങ്ങൾ കോളേജിൽ വിടുന്നത് പഠിക്കാനാ? നീ ഞങ്ങൾക്കൊരു ചീത്തപ്പേരുണ്ടാക്കി വെച്ചാൽ വെച്ചേക്കില്ല നിന്നെ. മുഖവുര ഒന്നുമില്ലാതെ അച്ഛൻ എടുത്തടിച്ച പോലെ അത് പറഞ്ഞപ്പോൾ നിത്യ ഒന്ന് വിറച്ചു. കാരണം അച്ഛന്റെ മുഖത്ത് അത്രത്തോളം ദേഷ്യം പ്രകടമായിരുന്നു. എന്താ അച്ഛാ ഇങ്ങനെ പറയുന്നത്? വിറച്ചുകൊണ്ട് തന്നെ നിത്യ ചോദിച്ചു. നിന്റെ കൂടെ ഇന്ന് ബീച്ചിൽ കണ്ട ആ ചെക്കൻ ആരാണ്? പഠിക്കാൻ വിട്ടാ പഠിക്കണം, അല്ലാതെ കണ്ടവന്മാരുടെ കൂടെ ബീച്ചിലും പാർക്കിലും പോവുകയല്ല വേണ്ടത്. സോഫയിൽ നിന്ന് എണീറ്റുകൊണ്ട് അമ്മ പറഞ്ഞു. രണ്ടുപേരും അത്രത്തോളം ദേഷ്യത്തിലായിരുന്നു. അവൾ ഊഹിച്ച കാര്യം തന്നെയാണ് സംഭവിച്ചതെന്ന് നിത്യക്ക് അപ്പോൾ മനസ്സിലായി. പൊട്ടിത്തെറിച്ചുകൊണ്ട് അവരത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് നിത്യക്ക് എന്തോ ഒരു ധൈര്യം പോലെ തോന്നി. എനിക്ക് ആളെ ഇഷ്ടമാണ്. വിവാഹം കഴിക്കാൻ താല്പര്യം തോന്നിയത് കൊണ്ട് തന്നെയാണ് കൂടെ പോയത്. നിങ്ങളോട് പറയണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു അപ്പാ. പറഞ്ഞു തീരുന്നതിന് മുൻപ് തന്നെ അച്ഛന്റെ കൈ അവളുടെ മുഖത്ത് വീണിരുന്നു. ഒരു ഞെട്ടലോടെ അടികിട്ടിയ മുഖത്ത് കൈ പൊത്തിപ്പിടിച്ചുകൊണ്ട് നിത്യ അച്ഛനെ നോക്കി. അവളുടെ കണ്ണിൽ നിന്നും അപ്പോൾ കണ്ണുനീർ ഇറ്റു വീണു പോയിരുന്നു. ജനിച്ചിട്ട് ഇന്ന് വരെ അടിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് അച്ഛൻ അടിക്കുന്നത്, അതും ഇത്ര സ്ട്രോങ്ങിൽ. അപ്പാ, നിത്യ എന്താണ് സംഭവിച്ചത് എന്നറിയാതെ അടികിട്ടിയ വേദനയിൽ അച്ഛനെ വിളിച്ചുപോയി. ഇത്ര കാലം നിന്നെ വളർത്തിക്കൊണ്ടു വന്നത് നിനക്ക് ഇഷ്ടമുള്ളവന്റെ കൂടെ പോവാനല്ല. ഞങ്ങൾ പറയും, ഞങ്ങളുടെ നിലക്കും വിലക്കും പറ്റിയ ഒരുത്തനെ, അവനെ നീ കെട്ടു. അച്ഛൻ അവളുടെ നേരെ കൈ ചൂണ്ടി അത് പറഞ്ഞപ്പോൾ നിത്യ അമ്മയെ നോക്കി. മര്യാദക്ക് അച്ഛനും ഏട്ടനും പറയുന്നത് കേട്ട് ജീവിച്ചോണം. കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കാനാണ് പരിപാടിയെങ്കിൽ നിന്നെ വെച്ചേക്കില്ല, കേട്ടല്ലോ? അമ്മയുടെ സംസാരത്തിലും അലിവിന്റെ യാതൊരു കണിക പോലും ഇല്ലായിരുന്നു. അമ്മ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളോട് പറയാനിരിക്കുകയായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട ആളെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം പോലും എനിക്കില്ലേ? നിത്യ അവരോട് കരഞ്ഞുകൊണ്ട് ചോദിച്ചു. എന്നാൽ അച്ഛൻ അപ്പോഴേക്കും അവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് കഴിഞ്ഞിരുന്നു. അവളുടെ ഒരു സ്വാതന്ത്ര്യം കൊണ്ട ദരിദ്രവാസി ചെക്കനെ കിട്ടിയുള്ളോടി നിനക്ക് ലോക്യം കൂടാൻ? അച്ഛൻ അത് പറഞ്ഞപ്പോൾ നിത്യക്ക് ശരിക്കും വിഷമം വന്നുപോയി. കാരണം വിഷ്ണുവിനെ അവൾ അത്രയേറെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. അവൻ അവളെയും. സാമ്പത്തികമില്ലാതെ പോയി എന്നത് വിഷ്ണുവേട്ടന്റെ തെറ്റാണോ? അതിന് അച്ഛനും അമ്മയും ദരിദ്രവാസി എന്നൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? അവൾക്ക് അവളുടെ സങ്കടത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. താടി ഇങ്ങോട്ട്, നിന്റെ ബാഗ്. ഇനി നിനക്ക് മൊബൈലും വേണ്ട, കാറും വേണ്ട, ഒന്നും വേണ്ട. പഠിപ്പ് നിർത്തി ഇവിടെ ഇരുന്നോണം മുറിയിൽ. ഞാൻ പറയും നീ ആരെയാ കെട്ടേണ്ടത് എന്ന്. എത്രയും പെട്ടെന്ന് നിന്റെ കല്യാണം ഞാൻ നടത്തും. കുടുംബത്തിന്റെ സ്റ്റാറ്റസ് കളഞ്ഞ് എന്തെങ്കിലും ചെയ്താലുണ്ടല്ലോ, വെച്ചേക്കില്ല നിന്നെ ഞാൻ. അച്ഛൻ അത് പറഞ്ഞ് അവളുടെ തോളിലുണ്ടായിരുന്ന ബാഗ് പിടിച്ചു വാങ്ങി. നിത്യ അപ്പോൾ ബാഗ് പിടിച്ചു വെക്കാൻ നോക്കിയെങ്കിലും അവൾക്കതിന് കഴിഞ്ഞില്ല. അച്ഛൻ ബാഗിന്റെ സിബ് തുറന്ന് കാറിന്റെ കീ കയ്യിലെടുത്തു. നിനക്ക് കാറും വേണ്ട, ഒന്നും വേണ്ട. അച്ഛൻ അത് ചെയ്തപ്പോൾ അവൾ തിരിച്ചൊന്നും പറഞ്ഞില്ല. ശേഷം അച്ഛൻ അവളുടെ മൊബൈൽ ഫോൺ കയ്യിലെടുത്തു. എന്നാൽ അപ്പോൾ അതിനു മാത്രം നിത്യ സമ്മതിച്ചില്ല. കാറിന്റെ കീ അപ്പ എടുത്തോളൂ, എനിക്ക് കാറ് വേണ്ട, പക്ഷേ എന്റെ ഫോൺ ഞാൻ തരില്ല, അവൾ പറഞ്ഞു. ഓ, എന്നിട്ട് ഫോണും കൊണ്ടുപോയി മുറിയിൽ വെച്ച് അവനോട് ശൃംഗരിക്കാനാകും. നിനക്കിനി ഒന്നും വേണ്ട. അച്ഛൻ ഫോണും കാറിന്റെ കീയും കയ്യിലെടുത്തു. നിത്യ അപ്പോൾ അച്ഛന്റെ കയ്യിൽ വേഗത്തിൽ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, അപ്പ, ഫോൺ എനിക്ക് സ്കോളർഷിപ്പ് കിട്ടിയ പൈസ കൊണ്ട് ഞാൻ വാങ്ങിയതാണ്. അത് അപ്പ എടുക്കരുത്. അപ്പ വാങ്ങിയ കാറ് അപ്പ എടുത്തോളൂ. നിത്യ അത് പറഞ്ഞപ്പോൾ അച്ഛൻ അവളുടെ മുഖം നോക്കി ഒന്നുകൂടെ കൊടുത്തു. അങ്ങനെ കണക്ക് പറയാനാണെങ്കിൽ ഇത്ര കാലം നിനക്ക് ഭക്ഷണം തന്നതിന്റെയും തീറ്റിപ്പോറ്റിയതിന്റെയും കണക്ക് ഞാനും അങ്ങോട്ട് തരാം. പോയി വാങ്ങിക്കൊണ്ട് വാ നിന്റെ മറ്റവന്റെ അടുത്ത് നിന്ന്. അച്ഛന്റെ വായിൽ നിന്നും ഒട്ടും സംസ്കാരമില്ലാത്ത രീതിയിലുള്ള വാക്കുകൾ വരാൻ തുടങ്ങിയപ്പോൾ നിത്യക്ക് അത് താങ്ങാൻ കഴിഞ്ഞില്ല. ഒന്ന് തടുക്കുക പോലും ചെയ്യാതെ അതിന് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന അമ്മയെ അവൾ നിസ്സഹായതയോടെ നോക്കി. പിന്നെ അവൾ ഒന്നും പറയാതെ അച്ഛന്റെ കൈവിട്ടു.
മുഖം പൊത്തി കരഞ്ഞുകൊണ്ട് മുകളിലെ അവളുടെ മുറിയിലേക്ക് ഓടിപ്പോയി. കട്ടിലിലേക്ക് വീണ് പൊട്ടിക്കരയുമ്പോൾ വിഷ്ണു മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ. ഇത്ര കാലത്തിനിടയ്ക്ക് അച്ഛൻ്റെയും അമ്മയുടെയും ഇങ്ങനെ ഒരു മുഖം അവൾ കണ്ടിട്ടില്ല. അച്ഛൻ പറഞ്ഞ ഡിഗ്രിയാണ് താൻ എടുത്തതും പഠിച്ചതുമൊക്കെ. പഠനകാര്യങ്ങളിലായാലും ഏത് കാര്യങ്ങളിലായാലും ഇന്നുവരെ അച്ഛനും അമ്മയും തന്നെയായിരുന്നു തീരുമാനമെടുത്തത്. എന്നാൽ അതിനൊന്നും താൻ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇഷ്ടപ്പെട്ട ഒരാളെ വിവാഹം കഴിക്കണമെന്ന് പറയുന്നത് ഇത്ര വലിയ തെറ്റാണോ? വിഷ്ണുവേട്ടാ, എനിക്ക് എൻ്റെ ഏട്ടനെ കാണണമായിരുന്നു. എന്നെ ഇവർ ഉപദ്രവിച്ചു ഏട്ടാ. അവൾ കട്ടിലിൽ കിടന്ന് വിങ്ങി പൊട്ടിക്കൊണ്ട് കരഞ്ഞു പറഞ്ഞു. അല്പം കഴിഞ്ഞപ്പോൾ ഓഫീസിൽ നിന്നെത്തിയ നിത്യയുടെ ഏട്ടൻ നേരെ അവളുടെ മുറിയിലേക്ക് വന്നു. അച്ഛൻ്റെ പോലെ തന്നെ ഏട്ടൻ്റെ വകയുമുണ്ടായി ചോദ്യം ചെയ്യലും ഭീഷണിയും അടിയുമൊക്കെ. എല്ലാം കൂടിയായപ്പോൾ അവൾക്ക് ഒട്ടും വയ്യാതെ ആയിരുന്നു. തല കറങ്ങുന്ന പോലെ, വേദന സഹിക്കാനാവാത്ത പോലെ. വിഷ്ണുവിനെ വിളിക്കാനാണെങ്കിൽ ഒരു വഴിയുമില്ല. മുറിയിൽ കിടന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ ശ്വാസം മുട്ടുകയായിരുന്നു അവൾ. അപ്പോഴാണ് അലമാരയിൽ ലാപ്ടോപ്പ് ഇരിക്കുന്ന കാര്യം അവൾക്ക് ഓർമ്മ വന്നത്. അതുകൂടി അവർ കൈക്കലാക്കി വെക്കുന്നതിന് മുൻപേ അവൾ വേഗം ചെന്ന് അലമാര തുറന്ന് ലാപ്ടോപ്പ് എടുത്തു. അതിൽ അവളുടെ ഫേസ്ബുക്ക് ഓണാക്കി വിഷ്ണുവിന് വേഗത്തിൽ മെസ്സേജ് അയച്ചു. തനിക്ക് ഒട്ടും വയ്യ എന്നും വീട്ടിൽ തന്നെ ഉപദ്രവിച്ചെന്നും കൂട്ടിയിട്ട് പോകണമെന്നും അവൾ മെസ്സേജ് അയച്ച് വിഷ്ണുവിനോട് പറഞ്ഞു. നിത്യയുടെ അമ്മയുടെ കൂട്ടുകാരി അവരെ ബീച്ചിൽ വെച്ച് കണ്ടതുകൊണ്ടും നിത്യ വീട്ടിൽ പോകാൻ വിഷമിക്കുന്നത് കണ്ടപ്പോഴും വിഷ്ണു അവളെ ഓർത്തുകൊണ്ട് ബീച്ചിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പോഴും അവളുടെ കോളാണ് ഫോണിലേക്ക് അവൻ പ്രതീക്ഷിച്ചതെങ്കിലും തുരുതുരാ മെസ്സേജിന്റെ നോട്ടിഫിക്കേഷൻ കേട്ടപ്പോൾ അവൻ വേഗത്തിൽ ഫോൺ എടുത്തു നോക്കി. അത് നിത്യയുടെ മെസ്സേജ് ആണെന്ന് കണ്ടപ്പോൾ അവൻ വേഗത്തിൽ വായിച്ചു. അവന്റെ കണ്ണ് രണ്ടും അപ്പോൾ വല്ലാതെ നിറഞ്ഞിരുന്നു. ഞാൻ വരാം, പേടിക്കല്ലേ. ഒന്നുമില്ലടാ, പേടിക്കല്ലേ. അവൻ അവൾക്ക് റിപ്ലൈ അയച്ചു. അവൻ വേഗത്തിൽ ബീച്ചിലെ മണൽപ്പരപ്പിൽ നിന്ന് എണീറ്റു. എന്ത് ചെയ്യണമെന്ന് അവൻ അപ്പോൾ അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അവളെ ഉപദ്രവിച്ചു എന്ന് കേട്ടപ്പോൾ അവൻ അത് താങ്ങാൻ കഴിഞ്ഞില്ല. ഒന്നും പ്രതീക്ഷിക്കാതെ തന്നെ സ്നേഹിച്ചവളാണ്. അത്ര വലിയ വീട്ടിലെ കുട്ടിയായിരുന്നിട്ട് പോലും വെറും ഒരു സാധാരണക്കാരിയെ പോലെ തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നവളാണ്. എന്തിന്റെ പേരിലാണെങ്കിലും അവൾ തന്റെ കാരണം കൊണ്ട് അടികൊള്ളാൻ പാടില്ല. വിഷ്ണു അവന്റെ കണ്ണു തുടച്ചു. അല്പം കഴിഞ്ഞപ്പോൾ നിത്യയുടെ വീട്ടിലെ കോളിംഗ് ബെൽ അടിഞ്ഞു. നിത്യയുടെ അച്ഛൻ വന്ന് വാതിൽ തുറന്നു നോക്കിയപ്പോൾ 2 ചെറുപ്പക്കാർ മുന്നിൽ നിൽക്കുന്നതാണ് കണ്ടത്. ആരാ മനസ്സിലായില്ലല്ലോ? വിഷ്ണുവിനെയും അവന്റെ ഫ്രണ്ടിനെയും കണ്ടപ്പോൾ അച്ഛൻ അവരോട് ചോദിച്ചു. എനിക്ക് നിത്യയെ കാണണം, നിങ്ങൾ അവളെ ഉപദ്രവിക്കരുത്. വിഷ്ണു ഏറെ വിഷമത്തോടെ പറഞ്ഞു. അത് ശരി, നീയാണല്ലേ അവളുടെ മറ്റവൻ. എന്ത് ധൈര്യത്തിലാടാ നീ ഇങ്ങോട്ട് കയറി വന്നത്? അത് പറഞ്ഞുകൊണ്ട് അയാൾ വിഷ്ണുവിനെ അടിക്കാനായി ചെന്നതും വിഷ്ണുവിന്റെ കൂട്ടുകാരനായ അർജുൻ അയാളുടെ കൈ പെട്ടെന്ന് തട്ടിമാറ്റി. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? തൊട്ടു പോകരുത് അവനെ, അർജുൻ അയാളോട് പറഞ്ഞു. മാറി നിൽക്കടാ അവിടുന്ന്. എന്റെ മോളെ കണ്ണും കൈയും കാണിച്ച് വശത്താക്കിയ ഇവനെ ഞാൻ പിന്നെ പട്ടുമെത്തയിൽ കിടത്താം. പുളിങ്കൊമ്പല്ലേ കിട്ടിയത്, പണിക്ക് പോകാതെ ജീവിക്കാമല്ലോ. അതിനു വേണ്ടിയാണ് ഈ നശിച്ചവൻ എന്റെ മോളെ വശത്താക്കിയത്. അച്ഛൻ അത് പറഞ്ഞ് വീണ്ടും വിഷ്ണുവിനെ അടിക്കാൻ വന്നപ്പോൾ വിഷ്ണു പെട്ടെന്ന് അച്ഛന്റെ കൈ തടഞ്ഞു വെച്ചു. നിങ്ങളെ സ്വത്തും പണവും ഒന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഞാൻ അടിച്ചുകൊണ്ട് പോകാൻ നോക്കിയാൽ നിങ്ങൾക്ക് എന്നെ ഉപദ്രവിക്കാം. മറിച്ച് അവളെ സ്നേഹിച്ചു എന്നുള്ള കുറ്റത്തിനാണ് നിങ്ങൾ എന്നെ കയ്യേറ്റം ചെയ്യുന്നതെങ്കിൽ അതിന് ഞാൻ നിന്നു തരില്ല. ഞാൻ സ്നേഹിച്ച പെണ്ണാണവൾ. അവളെ എനിക്ക് വേണം. വിഷ്ണു ശബ്ദം കടുപ്പിച്ചുകൊണ്ട് ഉച്ചത്തിൽ അയാളോട് പറഞ്ഞു. അപ്പോഴേക്കും നിത്യയുടെ ഏട്ടനും അങ്ങോട്ട് എത്തിയിരുന്നു. എന്താ അച്ഛാ? നിത്യയുടെ ഏട്ടൻ അച്ഛനോട് ചോദിച്ചു. മോനെ, നീ അവളെ അവളുടെ മുറിയിൽ ലോക്ക് ചെയ്തിട്ട് വേഗം വാ. അച്ഛൻ ഏട്ടനോട് പറഞ്ഞപ്പോൾ ഏട്ടന് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി. ഏട്ടൻ മുറി ലോക്ക് ചെയ്യാനായി അകത്തേക്ക് പോകുമ്പോഴേക്കും നിത്യ ഓടി ഉമ്മറത്തേക്ക് എത്തിയിരുന്നു. കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ മുഖത്ത് അടികിട്ടി ആകെ വയ്യാതിരിക്കുന്ന അവളെ കണ്ടപ്പോൾ വിഷ്ണുവിന്റെ കണ്ണുകൾ വല്ലാതെ നിറഞ്ഞു. വിഷ്ണുവേട്ടാ, അവൾ ഉമ്മറത്തേക്ക് ഓടി വന്ന് വിളിച്ചതും വിഷ്ണു അവൾക്ക് നേരെ കൈനീട്ടി. എന്നാൽ അപ്പോഴേക്കും നിത്യയുടെ ഏട്ടൻ അവളെ തടഞ്ഞു വെച്ച് മുഖത്ത് വീണ്ടും ആഞ്ഞടിച്ചു. നിങ്ങളൊക്കെ മനുഷ്യരാണോ? എന്തിനാണ് അവളെ ഇങ്ങനെ അടിക്കുന്നത്? ഒന്ന് ഉപദ്രവിച്ചു എന്നറിഞ്ഞപ്പോൾ നെഞ്ചു പിടഞ്ഞാ ഞാൻ ഇവിടെ വരെ എത്തിയത്. എന്റെ മുന്നിലിട്ട് നിങ്ങളിത് ചെയ്യരുത്. എന്ത് പണക്കാരോ വലിയവരോ ആയിക്കോട്ടെ, പക്ഷെ ഞാൻ സ്നേഹിച്ച പെണ്ണാണ്. അവളെ തല്ലാൻ ഞാൻ സമ്മതിക്കില്ല. വിഷ്ണു അത് പറഞ്ഞ് ഏട്ടനെ തടുക്കാൻ ചെന്നതും നിത്യയുടെ അച്ഛൻ അവനെ പിടിച്ച് അവന്റെ മുഖത്തും അടിച്ചു. ശേഷം അവന്റെ മുന്നിലിട്ട് തന്നെ അവളുടെ ഏട്ടൻ അവളെ ഒന്നുകൂടി അടിച്ചു. അയ്യോ വിഷ്ണു ഏട്ടനെ ഒന്നും ചെയ്യല്ലേ. അവനെ അടിച്ചത് കണ്ടപ്പോൾ നിത്യ പൊട്ടിക്കരഞ്ഞു. അർജുൻ അപ്പോൾ അവരെ 2 പേരെയും പിടിച്ചു വെക്കാൻ നോക്കിയെങ്കിലും കഴിഞ്ഞില്ല. അമ്മയും കൂടെ അങ്ങോട്ട് വന്ന് അമ്മ നിത്യയെ പിടിച്ചു വലിച്ച് അകത്തേക്ക് കൊണ്ടുപോകാൻ നോക്കി. അച്ഛനും ഏട്ടനും അർജുനോടും വിഷ്ണുവിനോടും കയ്യാങ്കളിയായി. പെട്ടെന്നാണ് ഒരു പോലീസ് ജീപ്പ് നിത്യയുടെ വീടിന് മുന്നിൽ വന്നു നിന്നത്. എന്താടോ ഇത്, വിടടോ അവരെ. ജീപ്പിൽ നിന്നിറങ്ങിയ പാടെ പോലീസുകാരൻ പറഞ്ഞു. നിത്യയുടെ വീട്ടിൽ പ്രശ്നമാകുമെന്ന് തോന്നിയതുകൊണ്ട് തന്നെ വിഷ്ണു തന്റെ കൂടെ പഠിച്ച കൂട്ടുകാരനായ സബ് ഇൻസ്പെക്ടറെ വിളിച്ച് കാര്യം പറഞ്ഞിരുന്നു. നിത്യയെ ഉപദ്രവിച്ചു എന്ന് കേട്ടപ്പോൾ ചങ്ക് പൊട്ടി ചെയ്തതാണ്.
അതുകൊണ്ട് തന്നെ വീണ്ടും പ്രശ്നമുണ്ടാകുമെന്ന് തോന്നിയതുകൊണ്ട് അവൻ പറഞ്ഞിട്ടാണ് എസ് ഐ അങ്ങോട്ട് എത്തിയത്. നിത്യയുടെ മുഖം കണ്ടപ്പോൾ വിഷ്ണു പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് എസ് ഐക്ക് തോന്നി. എന്തിന്റെ പേരിലാണ് നീയൊക്കെ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയെ തല്ലുന്നത്? എസ് ഐ ആക്രോശിച്ചപ്പോൾ അച്ഛനും ഏട്ടനും പതിയെ ഒന്നടങ്ങി. ഒരു ഗാർഹിക പീഡന കേസ് എഴുതി തന്തയും തള്ളയും മോനെ റിമാൻഡ് ചെയ്യാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. തല്ലിയതോ തല്ലി. ഇനി ആ പെൺകുട്ടിയെ എങ്ങാനും തൊട്ടാൽ 3 അകത്ത് കിടക്കും. അത് പറഞ്ഞപ്പോൾ നിത്യ വേഗം അമ്മയുടെ കയ്യിൽ നിന്ന് അവളുടെ പിടി വിടുവിച്ച് വിഷ്ണുവിനരികിലേക്ക് ഓടി വന്നു. വിഷ്ണുവേട്ടാ, അവൾ കരഞ്ഞുകൊണ്ട് അരികിലെത്തിയതും വിഷ്ണു 2 കൈയും നീട്ടി അവളെ ചേർത്തു പിടിച്ചു. അവർ തല്ലി അവളുടെ മുഖത്തുകൂടെ അവൻ തലോടി. നെറുകിൽ ഉമ്മ വെച്ചു. അമർത്തി പിടിച്ച് പൊട്ടിക്കരഞ്ഞു. സാരമില്ല പോട്ടെ, അവൻ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ അവൾ അവനെ കണ്ട സങ്കടത്തിൽ അവന്റെ നെഞ്ചിൽ കിടന്ന് വിങ്ങി പൊട്ടുകയായിരുന്നു. എന്നെ തല്ലി വിഷ്ണുവേട്ടാ, അച്ഛൻ എന്റെ മുടിയിൽ പിടിച്ചു, ഏട്ടൻ എന്റെ നെഞ്ചിൽ ചവിട്ടി. എനിക്ക് വയ്യ വിഷ്ണുവേട്ടാ, വയ്യ, ഞാൻ ചത്തുപോകുമേട്ടാ. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോൾ വിഷ്ണുവിന് അത് സഹിക്കാനായില്ല. അത് കേട്ടതും അവൻ അവളെ അമർത്തി പിടിച്ചുകൊണ്ട് തന്നെ കരഞ്ഞുപോയി. സാരമില്ല, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം, ഒന്നുമില്ല, നീ വിഷമിക്കല്ലേ. വിഷ്ണു അവളെ ചേർത്തു പിടിച്ചു. അവന്റെ 2 കണ്ണുകളും അപ്പോൾ പൈപ്പ് തുറന്ന പോലെ നിറഞ്ഞൊഴുകുകയായിരുന്നു. നീ അവളെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലു വിഷ്ണു, ഇവന്മാർക്കിട്ട് ഞാൻ കൊടുത്തോളാം, ഞാൻ കേസാക്കിക്കോളാം, എസ് ഐ അവനോട് പറഞ്ഞു. ഇങ്ങോട്ട് നോക്ക് തന്തേ, മക്കളായാൽ നമ്മൾ ഭക്ഷണം കൊടുക്കണം, വളർത്തണം. അത് ജനിപ്പിച്ച അച്ഛന്റെയും അമ്മയുടെയും കടമയാണ്. അതിന്റെ പേരിൽ മക്കൾ ആരെങ്കിലും സ്നേഹിച്ചു എന്ന് കരുതി അവരെ തല്ലിക്കൊല്ലാനുള്ള അധികാരം നിങ്ങൾക്ക് ആർക്കുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ബന്ധമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കാമായിരുന്നു, വിലക്കാമായിരുന്നു. അതിനു പകരം ഒരു പെൺകുട്ടിയെ, അതും സ്വന്തം മോളെ മാറി മാറി തല്ലാൻ നിങ്ങളൊക്കെ ആണുങ്ങൾ തന്നെയാണോടാ? എസ് ഐ അവരുടെ 2 പേരുടെയും നേരെ കൈ ചൂണ്ടി. എന്നെ സ്നേഹിച്ച കുറ്റത്തിനല്ലേ നിങ്ങൾ ഇവളെ ഇങ്ങനെ തല്ലിയത്? എന്നാൽ ഞാൻ ഇവളെ അങ്ങ് കൊണ്ടുപോവുകയാണ്. വിഷ്ണു അവളുടെ അരയിലൂടെ കൈയിട്ട് മുറുക്കി അവളെ അവനോട് ചേർത്തു പിടിച്ചുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് നിത്യയുടെ അമ്മയുടെ മുഖത്തേക്ക് നോക്കി. നിങ്ങളൊക്കെ ഒരു അമ്മയാണോ? സ്വന്തം മോളെ ഭർത്താവും മോനും ചേർന്ന് ഈ വിധത്തിൽ തല്ലി ചതച്ചിട്ട് നിങ്ങളൊന്ന് തടഞ്ഞോ? എന്റെ വീട്ടിലുമുണ്ടൊരമ്മ. എന്റെ കാലൊന്ന് കല്ലിൽ വെച്ച് കുത്തിയാൽ നെഞ്ചു പിടയുന്ന അമ്മ. നിങ്ങളെപ്പോലെ വലിയ ക്യാഷുകാരൊന്നുമല്ല ഞങ്ങൾ. പക്ഷേ സ്നേഹം എന്ന 3 അക്ഷരം ഇവൾക്ക് എന്റെ വീട്ടിൽ കിട്ടും. പൊന്നുപോലെ നോക്കും ഞാനിവളെ, വിഷ്ണു അവരോട് പറഞ്ഞു. നീ നോക്കിക്കോ, ഇവിടുത്തെ സ്വത്ത് കിട്ടുമെന്ന് വിചാരിച്ച് നീ അവളെയും കൊണ്ടുപോയിക്കോ. നാളെ തന്നെ ഞാൻ അതൊക്കെ എന്റെ മോന്റെ പേരിൽ എഴുതി വെക്കും. ഒരു നയാ പൈസ ഈ വീട്ടിൽ നിന്ന് ഇവൾക്കിനി കിട്ടില്ലടാ. അതോടെ തീരും നിന്റെ സ്നേഹവും, അച്ഛൻ വിഷ്ണുവിനോട് പുച്ഛത്തിൽ പറഞ്ഞു. വേണ്ടടോ, ഇവൾക്ക് നിങ്ങളുടെ ഒന്നും വേണ്ട. നാളെ ആക്കണ്ട, വല്ല പേപ്പറും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഇവളുടെ കയ്യിൽ കൊടുത്തേക്ക്, ഇവൾ ഒപ്പിട്ട് തരും. ഇവൾക്ക് നിങ്ങളുടെ ഒന്നും വേണ്ടെന്ന്. പൊന്നോ പൈസയോ മോഹിച്ചല്ല ഞാൻ ഇവളെ ഇഷ്ടപ്പെട്ടത്. അവൾക്ക് എന്നോട് ഇഷ്ടം തോന്നിയപ്പോൾ അത് തിരിച്ചു കൊടുക്കാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ. ജീവനാണ് എനിക്കിവളെ. കയ്യിലൊന്ന് മുറുകെ പിടിച്ചു പോലും വേദനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കാത്തവനാ ഞാൻ. ആ ഇവളെയാ എന്റെ പേരും പറഞ്ഞ് നിങ്ങൾ ഇത്ര ഉപദ്രവിച്ചത്. ചത്തുപോയിരുന്നെങ്കിൽ നിങ്ങളുടെ അഭിമാനമൊക്കെ എവിടെ കൊണ്ടുവയ്ക്കുമായിരുന്നു? ഞാൻ കൊണ്ടുപോയിക്കോളാം എന്റെ പെണ്ണിനെ. വിഷ്ണു അത് പറഞ്ഞ് അവളെ ചേർത്തു പിടിച്ച് അവിടെ നിന്ന് തിരിഞ്ഞു നടന്നു. നിത്യ അപ്പോൾ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ അവന്റെ നെഞ്ചിൽ കിടന്ന് പൊട്ടിക്കരയുകയായിരുന്നു. വിഷ്ണുവും അർജുനും നിത്യയെ കൂട്ടി അവിടെ നിന്നിറങ്ങി. വിഷ്ണുവിന്റെ ബൈക്കിന്റെ പുറകിൽ നിത്യ കയറി. അർജുൻ അവന്റെ ബൈക്കും എടുത്തു. ഹോസ്പിറ്റലിൽ എത്തും വരെ നിത്യ അവന്റെ പിറകിലിരുന്ന് അവന്റെ അരയിൽ ചേർത്ത് പിടിച്ച് കരയുക തന്നെയായിരുന്നു. അവളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് വിഷ്ണുവിന് അറിയില്ലായിരുന്നു. നിറഞ്ഞ കണ്ണുകളോടെയാണ് അവനും വണ്ടി ഓടിച്ചത്. പെട്ടെന്ന് തന്നെ അവൻ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു. മുറിവിലൊക്കെ മരുന്ന് വെച്ചു. ബോഡി പെയിനിനുള്ള മരുന്നും ഡോക്ടർ കൊടുത്തു. ശേഷം വിഷ്ണു അവളെയും കൂട്ടി ഹോസ്പിറ്റൽ ക്യാൻറ്റീനിലേക്കാണ് നേരെ പോയത്. അവിടെ ചെന്ന് അവൾക്ക് ചായ വാങ്ങിക്കൊടുത്തു. പക്ഷേ അവൾക്കത് കുടിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. മറ്റൊരു 1/4 ഗ്ലാസ് വാങ്ങി അല്പാൽപമായി അവൻ ആ ഗ്ലാസ്സിലൊഴിച്ച് ആറ്റി തണുപ്പിച്ച് കുറേശ്ശെ അവളെ കൊണ്ട് കുടിപ്പിച്ചു. വിഷ്ണുവിന്റെ തോളിൽ ചാരിയിരുന്നു കൊണ്ട് അവന്റെ കയ്യിൽ മുറുകെ പിടിച്ച് പതിയെ അവളത് കുടിച്ചു. വിഷ്ണുവിന്റെ അരികിലെത്തി എന്നുള്ളതായിരുന്നു അവളുടെ ഏറ്റവും വലിയ ആശ്വാസം. മരുന്നൊക്കെ വാങ്ങി ഹോസ്പിറ്റലിൽ നിന്നും തിരിച്ച് വീട്ടിലെത്തുമ്പോൾ വിഷ്ണുവിന്റെ അമ്മ ഉമ്മറത്ത് വിളക്ക് വെക്കുകയായിരുന്നു. വിഷ്ണുവിനെയും നിത്യയെയും കണ്ടപ്പോൾ അമ്മ ഒരു ഞെട്ടലോടെ അവരെ നോക്കി. എന്തുപറ്റി മോനെ? മോൾക്ക് എന്തുപറ്റി? ആകെ മുറിവൊക്കെ ആയിട്ട് എന്താ കാര്യം? അമ്മ വിളക്ക് അവിടെ വെച്ച് ഓടി വന്ന് അവരോട് ചോദിച്ചു. ഒന്നും ചോദിക്കരുതമ്മേ, ഒക്കെ ഞാൻ പതിയെ പറയാം. അമ്മ ഇവളെ സ്വീകരിക്കണം. വിഷ്ണു അത് പറഞ്ഞപ്പോൾ അമ്മ അവരെ 2 ആളെയും ഒന്ന് നന്നായി നോക്കി. പിന്നെ മറ്റൊന്നും ആലോചിച്ചില്ല. കാര്യങ്ങൾ ഏകദേശം അമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ബാ മോളെ. ഉമ്മറക്കോലായിൽ വെച്ച വിളക്ക് കയ്യിലെടുത്തുകൊണ്ട് വിഷ്ണുവിന്റെ അമ്മ അവൾക്ക് നേരെ നീട്ടി. സ്നേഹത്തോടെ അവരത് ചെയ്തപ്പോൾ നിത്യയുടെ കണ്ണ് നിറഞ്ഞിരുന്നു. ഒപ്പം വിഷ്ണുവിന്റെയും. കരഞ്ഞുകൊണ്ട് തന്നെ നിത്യ ആ വിളക്ക് വാങ്ങി വലതുകാൽ വെച്ച് വിഷ്ണുവിന്റെ വീട്ടിലേക്ക് കയറി.
അടികിട്ടി മുറിവേറ്റ അവളുടെ മുഖവും അമ്മ വിളക്ക് കൊടുക്കുന്ന ചിത്രവും വിഷ്ണു അവന്റെ മനസ്സിൽ വരച്ചിട്ട പോലെ ഒന്നു നോക്കി. താൻ കാരണമാണല്ലോ ഇതൊക്കെ എന്നോർത്തപ്പോൾ അവന്റെ ചങ്ക് വീണ്ടും പിടഞ്ഞു. അകത്ത് കയറിയതും അമ്മ അവർക്ക് രണ്ടുപേർക്കും വേഗത്തിൽ ചായ കൊണ്ടുവന്നു കൊടുത്തു. എന്നാൽ നിത്യ അല്പമേ അത് കുടിച്ചുള്ളൂ. വേണ്ടി വരില്ലമ്മേ, ഞാൻ വരുമ്പോൾ വാങ്ങിച്ചു കൊടുത്തിരുന്നു. അവൾക്കൊട്ടും വയ്യ, അവൾ ഒന്ന് കിടന്നോട്ടെ, വിഷ്ണു പറഞ്ഞു. അമ്മ അപ്പോൾ വേഗത്തിൽ ഓടിച്ചെന്ന് അവന്റെ മുറിയിലെ ബെഡ്ഷീറ്റ് മാറ്റി വൃത്തിയിൽ മറ്റൊന്ന് വിരിച്ചു കൊടുത്തു. വിഷ്ണു നിത്യയെ കൊണ്ടുചെന്ന് ബെഡിൽ കിടത്തി. ശേഷം അവൻ അർജുൻ അടുത്തേക്ക് പുറത്തേക്ക് വന്നു. അർജുനോട് കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വിഷ്ണു കരയുകയായിരുന്നു. നീ കരയല്ലേടാ, അവള് രക്ഷപ്പെട്ടില്ലേ? എത്ര പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇമ്മാതിരി മനസാക്ഷിയില്ലാത്തവരുടെ ഇടയിൽ പെട്ടുപോയാൽ കഴിഞ്ഞില്ലേ? അവളുടെ ജീവൻ പോകാഞ്ഞത് ഭാഗ്യം. അർജുൻ അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് SIയുടെ കോൾ വിഷ്ണുവിന് വന്നത്. അവരെ നന്നായി വാണിംഗ് ചെയ്തിട്ടുണ്ടെന്നും വിഷ്ണു പറഞ്ഞതുകൊണ്ടാണ് കേസാക്കാത്തതെന്നും അല്ലെങ്കിൽ തൂക്കിയെടുത്ത് അകത്തിട്ടേനെ എന്നും SI അവനോട് പറഞ്ഞു. അവരെ പിടിച്ച് അകത്തിടാനുള്ള ദേഷ്യം വിഷ്ണുവിനുമുണ്ടായിരുന്നു. എങ്കിലും അതുകൊണ്ട് നിത്യക്കിനി ഒരു ബുദ്ധിമുട്ടാവണ്ട എന്ന് കരുതി വിഷ്ണു തൽക്കാലം SIയോട് ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. അവളെ അപകടമൊന്നും ഏൽക്കാതെ കിട്ടിയല്ലോ, ആ സമാധാനം മാത്രമായിരുന്നു അവന്റെ മനസ്സിൽ. അർജുൻ അവിടെ നിന്ന് ചായ കുടിച്ച് അല്പം കഴിഞ്ഞപ്പോൾ അവിടെ നിന്നും പോയി. നാളെ വരാമെന്നും ഒന്നും പേടിക്കരുതെന്നും എല്ലാത്തിനും കൂടെയുണ്ടെന്നും വിഷ്ണുവിനെ പറഞ്ഞ് സമാധാനിപ്പിച്ചാണ് പോയത്. അർജുൻ പോയി കഴിഞ്ഞപ്പോൾ വിഷ്ണു അവന്റെ മുറിയിലേക്ക് വന്നു. നിത്യ അപ്പോൾ അവിടെ കട്ടിലിൽ കരഞ്ഞു കിടക്കുകയായിരുന്നു. അരികിലായ അമ്മ അവളെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വിഷ്ണുവിനെ കണ്ടപ്പോൾ അമ്മ പെട്ടെന്ന് കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. എന്ത് മനുഷ്യന്മാരാ മോനെ ഇത്, ആ കുട്ടിയെ വല്ലാതെ മുറിവേൽപ്പിച്ചിരിക്കുന്നു. നിറഞ്ഞ കണ്ണു തുടച്ചുകൊണ്ട് അമ്മ വേഗം പുറത്തേക്ക് പോയി. വിഷ്ണു അപ്പോൾ വാതിലടച്ചു കുറ്റിയിട്ടു. ശേഷം നിത്യക്കരികിൽ കട്ടിലിലേക്ക് വന്നു. വിഷ്ണു അടുത്തേക്ക് വന്നപ്പോൾ നിത്യ വേഗം കട്ടിലിൽ എണീറ്റിരുന്നു. അവൻ ഒന്നും പറയാതെ കണ്ണു നിറഞ്ഞുകൊണ്ട് രണ്ട് കൈയും നീട്ടി അവളെ ചേർത്തു പിടിച്ചു. അവൾ അവന്റെ നെഞ്ചിലേക്ക് ചേർന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി. കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ അവളെ തന്റെ രണ്ട് കൈയിലും മുറുക്കിക്കൊണ്ട് വിഷ്ണു അവളെ തലോടി. കിട്ടിയ അടിക്കും ഏറ്റ മുറിവുകൾക്കുമൊക്കെ സമാധാനം പകർന്നുകൊണ്ട് വിഷ്ണു അവളെ തഴുകുമ്പോൾ രണ്ടുപേരും പൊട്ടിക്കരയുകയായിരുന്നു. അപ്പോൾ സാരമില്ല, സാരമില്ല മോളെ, അവരുടേതൊന്നും നമുക്ക് വേണ്ട. രാജകുമാരിയെ പോലെ നോക്കാൻ എനിക്ക് കഴിയും. എന്ത് പണിയെടുത്തിട്ടാണെങ്കിലും പൊന്നുപോലെ നോക്കും ഞാൻ. ഈ മുറിവൊക്കെ കാണുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക്. സാരമില്ല, പോട്ടെ, വിഷ്ണു അവളെ വാരി പുണർന്നുകൊണ്ട് പറഞ്ഞു. അവളുടെ തലയിലും മുടിയിലും മുഖത്തും കഴുത്തിലും ദേഹത്തുമൊക്കെയായി അവൻ തലോടി ആശ്വസിപ്പിച്ചു. പറയാനോ സംസാരിക്കാനോ വാക്കുകൾ കിട്ടാതെ അവർ രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിച്ച് കട്ടിലിലേക്ക് ചെരിഞ്ഞു. വിഷ്ണുവിന്റെ നെഞ്ചിൽ അവന്റെ ചൂട് പറ്റി അങ്ങനെ കിടക്കുമ്പോൾ അവളുടെ പൊട്ടിക്കരച്ചിൽ പതിയെ അമർന്നു തുടങ്ങി. അവന്റെ രണ്ട് കൈകൾക്കുള്ളിൽ അവന്റെ ദേഹത്തോട് പറ്റിക്കിടന്നുകൊണ്ട് അവൾ അവളുടെ വിഷമത്തെ അടക്കി പിടിക്കാൻ നോക്കി. സ്റ്റൈലിഷായി പുത്തൻ കാറിൽ ചെത്തി നടന്നിരുന്ന നിത്യ എന്ന വളരെ കോടീശ്വരിയായ ആ പെൺകുട്ടി വിഷ്ണു എന്ന സാധാരണക്കാരന്റെ നെഞ്ചിൽ എത്രയോ സന്തോഷവതിയായിരുന്നു. അവളുടെ മനസ്സിന്റെ വലിപ്പവും അതുതന്നെയായിരുന്നു. പരസ്പരം കെട്ടിപ്പിടിച്ച് വാരി പുണർന്നുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും പതിയെ ഉറക്കത്തിലേക്ക് വീണു. ഏറ്റ മുറിവുകളുടെ വേദനകളെല്ലാം മറന്നുകൊണ്ട് അവന്റേതായി മാറിക്കൊണ്ട് അവൾ വിഷ്ണുവിന്റെ ശരീരത്തിൽ ഉറങ്ങി തുടങ്ങി.